ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 8ാമത്തെ മൊഡ്യൂള് പേഴ്സണാലിറ്റി, നമ്മൾ മലയാളത്തിലെ വ്യക്തിത്വം എന്ന് പറയുന്ന സംഭവം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പ്രവർത്തികളെയൊക്കെ സ്വാധീനിക്കുന്ന വ്യക്തിത്വത്തെ കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 8 പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരുപാട് സൈക്കോളജികളെ തിയറികളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാൾ യുങ്ങിന്റെ തിയറി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങൾ പേഴ്സണാലിറ്റിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ തിയറിയും പഠിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. കാൾ യുങ്ങിന്റെ തിയറി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള പോലെ പെട്ടെന്ന് ഞാനൊന്ന് ഓവർവ്യൂ പറഞ്ഞു പോവാം. പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഡെഫിനിഷൻസ് ആണ് ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും പോയിന്റിലായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വികാരങ്ങൾ അനുഭവിക്കുന്നതും എല്ലാം ഒരു ബയോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ബേസിസിനെ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളോട് പെരുമാറുന്ന രീതി, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന രീതി, നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന താല്പര്യങ്ങൾ, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതേപോലെ നിങ്ങളുടെ ഇമോഷണൽ മൂഡ് സന്തോഷമാണോ സങ്കടമാണോ, ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ ചെറിയ ചെറിയ പോയിന്റുകളെയും ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി നിങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബേസിക് ആയിട്ട് ജസ്റ്റ് പെട്ടെന്നൊരു ഓവർവ്യൂ പോലെ പറയുകയാണെങ്കിൽ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറി അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് തിയറി എന്ന് നമ്മൾ വിളിക്കട്ടോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ. അപ്പൊ ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിവിഷൻസ് ഓഫ് മൈൻഡ്, മനസ്സിനെ അദ്ദേഹം കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് അഥവാ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് 3 ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവബോധ മനസ്സ് എന്നൊക്കെ പറയും. ബോധമനസ്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതും, നിങ്ങൾ നടന്നു പോകുന്നതും, നിങ്ങൾ പുസ്തകം വായിക്കുന്നതും, പാട്ട് കേൾക്കുന്നതും ഒക്കെ ഒരു ബോധാവസ്ഥയിലാണ്. ആ ബോധാവസ്ഥയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മനസ്സിനെയാണ് ഫ്രോയിഡ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്നുള്ള പേരിൽ വിളിച്ചത്. ഇനി നിങ്ങൾ ജനിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവോ? ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ ജനിച്ച് ഒരു 3 വയസ്സ് തൊട്ടിട്ടുള്ള ഓർമ്മയൊക്കെ ആയിരിക്കും ചിലർക്ക് ഉണ്ടാവുക, ചിലർക്ക് 2 വയസ്സ് തൊട്ടിട്ടുള്ള ഓർമ്മയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ 2 വയസ്സിന് മുന്നേ നിങ്ങൾക്ക് ജീവിതം ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പം നടന്നിട്ടുള്ള എക്സ്പീരിയൻസുകളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല. ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും സിഗ്നലോ ക്ലൂവോ ഒക്കെ തന്നാൽ, ഇപ്പൊ നിങ്ങളുടെ ഒപ്പം 1ാം ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തിന്റെ പേര് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു സുഹൃത്ത് വന്നിട്ട് ഒരു ക്ലൂ തരികയാണ്, ഈ ഒരു പേരിലാണല്ലോ അവന്റെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. അങ്ങനെ ഈസിലി അസസ് ചെയ്യാൻ പറ്റുന്ന, നിലവിൽ കോൺഷ്യസ് അല്ല പക്ഷെ ഈസിലി അസസ് ചെയ്യാം, ചെറിയൊരു എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പ്രീ കോൺഷ്യസ് എന്ന് വിളിച്ചത്. ഏറ്റവും അവസാനം വരുന്നത് അൺകോൺഷ്യസ്. അൺകോൺഷ്യസിന്റെ പ്രത്യേകത, നിങ്ങൾക്കുള്ള അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല. അതിന് ഫ്രോയിഡ് ഉപയോഗിച്ച വാക്ക് റിപ്രഷൻ എന്നാണ്. ഇത് മെയിൻ ആയിട്ട് നിങ്ങളുടെ കുട്ടിക്കാലത്തിൽ നടന്നിട്ടുള്ള വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളോ, എന്തെങ്കിലും ആക്സിഡന്റുകളോ, റേപ്പോ ഒക്കെ നടന്നാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ അഗാധമായ നിലവറകളിലേക്ക് ഒളിപ്പിച്ചു വെക്കും എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയിരുന്നു, അൺകോൺഷ്യസ് മൈൻഡ്. നിങ്ങൾക്ക് പണ്ട് പാസ്റ്റിൽ എന്തൊക്കെയോ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെ തെറാപ്പി കൊണ്ട് കോൺഷ്യസ് ആക്കി എടുക്കണമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഓക്കെ, അതിന് അദ്ദേഹം കുറെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ എങ്ങനെയാണ് പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നത്. ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള സ്റ്റേജസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ സർ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. പറയൂ. സ്ക്രീൻ മാറുന്ന ഇപ്പം ഓവർവ്യൂലാണ് നിൽക്കുന്നത്. ഓവർവ്യൂ തന്നെയാണ് നിൽക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, സ്ലൈഡ് കാണുന്നില്ലെന്ന് കുറച്ച് പേര് പറഞ്ഞു. പിന്നെ സൗണ്ട് കുറച്ചും കൂടി കൂട്ടി പറയാൻ പറ്റുമോ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. പറയാം. ഓക്കെ. അപ്പോ ഓവർവ്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. കാൾ യുങ്ങിന്റെ തിയറിയിലേക്ക് നമ്മൾ പോയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് സ്ലൈഡ് മാറ്റാത്തത്. അപ്പോൾ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി നിങ്ങൾ പഠിച്ചത്, അതിന്റെ ഒരു ഓവർവ്യൂ ഞാൻ തന്നു. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എംഫസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത് അൺകോൺഷ്യസ് മൈൻഡിലേക്കായിരുന്നു. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത, നിങ്ങൾക്ക് അവെയർ അല്ലാത്ത, നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒളിഞ്ഞു നടക്കുന്ന മനസ്സിന്റെ ഭാഗത്തിലേക്കായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ് എംഫസിസ് കൊടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന കുറച്ച് സൈക്കോളജിസ്റ്റുകളെ നമ്മൾ നിയോ ഫ്രോയിഡിയൻസ് എന്ന് പറയും. നിയോ ഫ്രോയിഡിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം വന്ന കുറച്ച് സൈക്കോളജിസ്റ്റുകൾ. അതില് കാൾ ഗുസ്താവ് യൂങ്, JUNG എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും YOONG അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുക, അതിന്റെ വാക്ക്. കാൾ ഗുസ്താവ് യൂങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ തിയറിയാണ് നമ്മൾ ഇന്ന്, പേഴ്സണാലിറ്റി തിയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ശരിക്കും ഇതൊരു കഥ പോലെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിലേക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഞാൻ കുറച്ചും കൂടി എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. കാൾ യുങ്ങിന്റെ തിയറിനെ നമ്മൾ അനലിറ്റിക്കൽ സൈക്കോളജി എന്നും വിളിക്കും. അത് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയെ നമ്മൾ സൈക്കോ അനലിറ്റിക് തിയറി എന്നോ അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് തിയറി എന്നോ വിളിച്ചതുപോലെ കാൾ യുങ്ങിന്റെ സൈക്കോളജിനെ നമ്മൾ അനലിറ്റിക്കൽ സൈക്കോളജി എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ പോയിന്റുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കാൾ ഗുസ്താവ് യൂങ്ങിന്റെ ചിത്രം. കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം വന്നിട്ടുള്ള സൈക്കോളജിസ്റ്റുകളിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, പ്രാധാന്യമുള്ള, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ സൈക്കോളജിസ്റ്റുകളിൽ ഒരാൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് കാൾ ഗുസ്താവ് യൂങ്. അപ്പൊ നമ്മളൊരു കല പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കലാകാരനെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് കാൾ ഗുസ്താവ് യൂങ്ങിന് പറയും. സർ, സ്ക്രീൻ ഇപ്പോഴും വിസിബിൾ അല്ല. വിസിബിൾ അല്ല? അല്ല. ഞാൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടി പ്രസന്റ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, ബാക്കി കാണുന്നുണ്ട് സർ, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കുമോ ചിലപ്പോ. ഓക്കെ 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 ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കാൾ യുങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടെ തരാം. ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ചിലപ്പോൾ ചോദ്യം വരാം, അനലിറ്റിക്കൽ സൈക്കോളജി കൊണ്ടുവന്നത് ആരാണെന്നോ അല്ലെങ്കിൽ കാൾ യുങ്ങിന്റെ സൈക്കോളജി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ അനലിറ്റിക്കൽ സൈക്കോളജിയാണ് കാൾ യുങ്ങിന്റെ ഫീൽഡ് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, അല്ലെ, ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. അതേപോലെ തന്നെയാണ് കാൾ യുങ്ങും ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. അതിന് സൈക്കാട്രി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം സൈക്കോളജിയിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നതും സൈക്കോ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കരിയർ മാറിയതൊക്കെ. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ യുങ്ങിന്റെ ഉണ്ട്. അപ്പോൾ അതിലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ സൈക്കോ അനലിറ്റിക് തിയറി ഉണ്ടാക്കിയത്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരുന്നു. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു കാലത്ത് സൈക്കോളജി ഡെവലപ്പ് ആവാത്ത സമയത്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരുപാട് വിമർശനങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ആസ്പദമാക്കിയിട്ട് ആൾക്കാർ ഉയർത്തിയിരുന്നു. ആ തിയറി നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ കോൺഷ്യസ്, അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനൊന്നും സയന്റിഫിക്കലി തെളിവുകൾ അന്നുമില്ല, ഇന്നുമില്ല. ഇന്നും നമ്മൾ ഈ പേഴ്സണാലിറ്റി തിയറി ഒക്കെ ഉപേക്ഷിച്ചതാണ് ഒരു പരിധി വരെ. അപ്പോൾ അതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഇങ്ങനെ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈഡിപ്പൽ കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റി കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് കാൾ യുങ് സിഗ്മണ്ട് ഫ്രോയിഡിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന് കാൾ യുങ്ങിനെ ഭയങ്കര ഇഷ്ടമായി. കാൾ യുങ്ങിന് ഏകദേശം സിഗ്മണ്ട് ഫ്രോയിഡിനേക്കാൾ ഒരു 20-30 വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു അച്ഛനൊരു മകനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കാൾ യുങ്ങിനെ കണ്ടത്. ഇനി സൈക്കോളജി ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത എന്റെ ഹെയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് കാൾ യുങ്ങിനെയാണ് എന്നൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരുന്നത്. അത്രയും സിഗ്മണ്ട് ഫ്രോയിഡിന് കാൾ യുങ്ങിനോട് അടങ്ങാത്ത ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല ആശയങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് കാൾ യുങ്ങിന് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല തിയറീസിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പല കണക്ഷൻസും ഒഴിവാക്കേണ്ടി വന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാൾ യുങ് അല്ല, ബാക്കിയുള്ള നിയോ ഫ്രോയിഡിയൻസ്, ഫ്രോയിഡിന് ശേഷം വന്നിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെല്ലാം ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കുറെ കാര്യങ്ങൾ അംഗീകരിക്കാതെ സിഗ്മണ്ട് ഫ്രോയിഡിൽ നിന്ന് മാറി നിന്ന് പോയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ തിയറികൾ ഉണ്ടാക്കിയെടുത്തവരാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്നാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാൾ യുങ് അംഗീകരിക്കാത്തത്? അത് ഞാനിവിടെ 3 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാൾ യുങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫ്രോയിഡ് പറഞ്ഞ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് കാൾ യുങ് പറഞ്ഞത്. ഒന്ന്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നിങ്ങൾ പേഴ്സണാലിറ്റി തിയറി പഠിച്ചപ്പോൾ നിങ്ങൾ ലിബിഡോ എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ടാവും. ലിബിഡോ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഉള്ളിലുള്ള സെക്ഷൽ എനർജി, സെക്ഷൽ ആയിട്ടുള്ള നീഡ്സിലേക്ക് മനുഷ്യരെ നയിക്കുന്ന എനർജിയെ സിഗ്മണ്ട് ഫ്രോയിഡ് വിളിച്ച പേരാണ് ലിബിഡോ. അപ്പൊ ഫ്രോയിഡിന്റെ അഭിപ്രായത്തില് മനുഷ്യ ജീവിതം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ പ്ലഷർ, സന്തോഷങ്ങൾ തേടി ഉള്ള ഒരു ജീവിതമാണ്. ഈ സന്തോഷങ്ങൾ തേടി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യർ എംഫസിസ് കൊടുക്കുന്നത് സെക്ഷൽ ഫീലിങ്സിനാണ് എന്നൊരു അഭിപ്രായക്കാരനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ പോയിന്റ് ആണ് കാൾ യുങ് ആദ്യമായിട്ട് എന്ത് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്നുള്ളൊരു അഭിപ്രായം കൊണ്ടുവന്നത് കാൾ യുങ് ആണ്. യുങ് എന്ത് പറഞ്ഞു, നമ്മൾ ലിബിഡോനെ സെക്ഷൽ എനർജി ആയിട്ട് കാണാതെ ഒരു ജനറലൈസ്ഡ് സൈക്കിക് എനർജി, ഒരു ജനറൽ എനർജി, മനുഷ്യരിൽ എല്ലാവരിലും ഉള്ള ഒരു ജനറൽ എനർജി ആയിട്ട് കാണണം. അതിന്റെ ഒരു ആസ്പെക്ട് ആയിരിക്കും ചിലപ്പോൾ സെക്ഷുവാലിറ്റി, മറ്റേ ആസ്പെക്ട് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊടുക്കുന്ന എനർജി ആയിരിക്കും, വേറെ കുറച്ച് ആസ്പെക്ട് ചിലപ്പോൾ കരിയറിലേക്ക് കൊടുക്കുന്ന എനർജി ആയിരിക്കും, മറ്റു ചില ആസ്പെക്റ്റുകൾ ചിലപ്പോൾ സെൽഫ് ഡെവലപ്മെന്റ്, സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കൊടുക്കുന്ന എനർജി ആയിരിക്കും. അപ്പോൾ ഈ ലിബിഡോ എന്ന് പറഞ്ഞ സെക്ഷൽ എനർജി മാത്രമല്ല, സൈക്കിക്, ഒരു ജനറൽ സൈക്കിക് എനർജി, മനുഷ്യരുടെ മനസ്സിലെല്ലാം ഉള്ള ഒരു ജനറൽ എനർജി, മനുഷ്യനെ വളരാനും പുരോഗമിക്കാനും അതേപോലെ കരിയറുകൾ ഉണ്ടാക്കാനും സമൂഹം നന്നാക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നായിരുന്നു കാൾ യുങ്ങിന്റെ ആദ്യത്തെ പോയിന്റ്. ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ശ്രദ്ധിക്കണം, ലിബിഡോ സെക്ഷൽ എനർജി അല്ല, ലിബിഡോ ജനറലൈസ്ഡ് സൈക്കിക് എനർജി ആണ് എന്ന് കാൾ യുങ് പറഞ്ഞു. 2, ഇമ്പോർട്ടൻസ് ഓഫ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇവന്റ്സ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളൊരു അഡോളസെന്റ് പീരീഡ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന എല്ലാം നടന്നു കഴിഞ്ഞിരിക്കും. അതായത് പാസ്റ്റ് ലൈഫിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യരും എന്നായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അൺകോൺഷ്യസ് ഒക്കെ ഇങ്ങനെ ചികഞ്ഞു നോക്കി പല സീക്രട്ടുകളും പുറത്തേക്ക് എടുത്ത് മനുഷ്യരെ കൂടുതൽ നന്നാക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ പാസ്റ്റ് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു നടന്ന സിഗ്മണ്ട് ഫ്രോയിഡിനോട് കാൾ യുങ് പറഞ്ഞു, പാസ്റ്റ് മാത്രമല്ല ഇമ്പോർട്ടന്റ്. എനിക്കിപ്പോ 18 വയസ്സാണെന്ന് വിചാരിക്കാം, 18 വയസ്സാവുന്നത് വരെ എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും, അതൊക്കെ എന്നെ ചെറിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴികളും എന്റെ ഭാവി എങ്ങനെയാകണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന രീതിയും ഒക്കെ എന്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കാം എന്നുള്ളൊരു പോയിന്റും കൂടി കാൾ യുങ് എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ പാസ്റ്റില് ട്രാപ്പായി കടന്നിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി എടുത്തിട്ട് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ കണക്റ്റഡ് ആണ്, ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് കാൾ യുങ് കൊണ്ടുവന്നു. 3rd, മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, അൺകോൺഷ്യസിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് ആക്കി. ഇത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കുന്നുണ്ട്, അത് ഇപ്പൊ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് പേഴ്സണൽ അൺകോൺഷ്യസ്, ഓരോ വ്യക്തിക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. കാൾ യുങ് ഒരു സ്റ്റെപ്പും കൂടിയും പോയിട്ട് പറഞ്ഞു, ഓരോ വ്യക്തിക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉള്ളതുപോലെ തന്നെ ഒരു സമൂഹത്തിനും അല്ലെങ്കിൽ മനുഷ്യനും മൊത്തം ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ വിളിച്ച പേരാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ അത്രയും മനസ്സിലാക്കുക, കുറച്ച്
ബിസാർ കൺസെപ്റ്റ് ആണ്. ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇതെന്താ മാജിക് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന കൺസെപ്റ്റ് ആണ്. കാൾ യുങ്ങിന്റെ എല്ലാ തിയറീസിലുള്ള വരുന്ന കുറെ ആശയങ്ങൾ ഇതേപോലത്തെ മാജിക് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ചെറിയ രീതിയിലൊക്കെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 3 പോയിന്റിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആയിട്ട് ഡിസഗ്രി ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ എനർജി മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡിനോട് പറഞ്ഞു, ലിബിഡോ സെക്ഷൽ എനർജി അല്ല, മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഫീലിങ്സ് എന്നുള്ളൊരു ആശയത്തിലല്ല, വേറെ പല കാര്യങ്ങളിലേക്കും മനുഷ്യൻ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അവന്റെ മനസ്സിലുള്ള എനർജി, സൈക്കിക് എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടി ജനറൽ ആയിട്ട് കടക്കുന്നതാണ്. ലിബിഡോയ്ക്ക് പകരം ജനറലൈസ്ഡ് സൈക്കിക് എനർജിയാണ് അവിടെ വരേണ്ടത് എന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്, പാസ്റ്റ് നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ് പേഴ്സണാലിറ്റി ഒക്കെ. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. കാരണം കുട്ടിക്കാലത്ത് നടന്ന ട്രോമകളും പാരന്റ്സ് നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതിയും നിങ്ങളുടെ അൺകോൺഷ്യസിൽ കയറിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിരുന്നത്. യുങ് പറഞ്ഞു അങ്ങനെയല്ല, ഈ മുന്നേ നടന്നിട്ടുള്ള ട്രോമയ്ക്കും പാരന്റിങ്ങിനും ഫ്രണ്ട്ഷിപ്പിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്ര ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾക്കും ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും. തേർഡ് എന്താ പറഞ്ഞേ, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു ഓരോ മനുഷ്യനും അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. കാൾ യുങ് ഒരു സ്റ്റെപ്പും കൂടി പോയിട്ട് പറയുകയാണ്, എല്ലാ മനുഷ്യനും അൺകോൺഷ്യസ് മൈൻഡ് ഉള്ളതുപോലെ ഒരു സമൂഹത്തിന് മൊത്തമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് മൊത്തമോ നമുക്ക് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞുള്ള സംഭവം ഉണ്ട് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ തിയറി. അദ്ദേഹത്തിന്റെ തിയറിയിലേക്ക് എത്താനായിട്ടുണ്ടായ മേജർ കാരണങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ചോദ്യം വരാനുള്ള സാധ്യത ചിലപ്പോൾ നിയോ ഫ്രൂയിഡിയൻസ് ആരാന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ കാൾ യുങ് ഒരു നിയോ ഫ്രൂയിഡിയൻ ആണെന്ന് ഓർത്തിരിക്കുക. 2, അദ്ദേഹത്തിന്റെ സൈക്കോളജി വിളിക്കുന്ന പേര് അനലിറ്റിക്കൽ സൈക്കോളജി എന്നുള്ളത് ഓർത്തു വെക്കുക. 3, അദ്ദേഹം കൊണ്ടുവന്ന മേജർ തിയറി എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കും. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. അപ്പോ ഈ ഫ്രോയിഡിനെ ആദ്യമായിട്ട് യുങ് പോയി കണ്ടപ്പോൾ 16 മണിക്കൂർ നിർത്താതെ അവർ സംസാരിച്ചു എന്നൊക്കെയാണ് ചരിത്രരേഖകളിലൊക്കെ പറയുന്നത്. നമ്മളിപ്പോ ഒരു സുഹൃത്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും നേരം ഞാൻ അവനായിട്ട് അല്ലെങ്കിൽ അവളായിട്ട് സംസാരിച്ചു, സമയം പോയത് എനിക്ക് അറിഞ്ഞതേ ഇല്ല, ഒരുപാട് സമയം പോയി എന്ന് പറയുന്നത് പോലെ ഫ്രോയിഡിന്റെ ആശയങ്ങൾ തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് യുങ് വരുന്നത്, യുങ്ങിനോട് സംസാരിക്കുന്നത്, ആ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പിന്നീടാണ് യുങ് ഫ്രോയിഡിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നതും. അപ്പോ അങ്ങനെ സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ തീരുമാനിച്ച യുങ് പിന്നെ ഉണ്ടാക്കിയെടുത്ത പേഴ്സണാലിറ്റി തിയറി എന്താണ് എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്, ലിബിഡോനെ സിഗ്മണ്ട് ഫ്രോയിഡ് സെക്ഷൽ എനർജി എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഈ സെക്ഷൽ എനർജിയാണ് മനുഷ്യന്റെ പേഴ്സണാലിറ്റി മുഴുവനായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന അഭിപ്രായമായിരുന്നു ആർക്ക്, കാൾ യുങ്ങിന്, സിഗ്മണ്ട് ഫ്രോയിഡിന്. ആ ഒരു അഭിപ്രായം മാറ്റി ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അതിനെ ഒരു നാരോവർ സൈക്കിക് എനർജി, ഒരു ജനറലൈസ്ഡ് സൈക്കിക് എനർജി എന്ന് നമുക്ക് വിളിക്കാം. മനുഷ്യന്റെ സെക്ഷൽ ഫീലിങ്സിനെ മാത്രം മോട്ടിവേറ്റ് ചെയ്തിട്ടല്ല മനുഷ്യൻ വർക്ക് ചെയ്യുന്നത്. മനുഷ്യൻ ആസ് എ പേഴ്സണാലിറ്റി കുറച്ചും കൂടി ഹോളാണ്. നമ്മൾ കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ട് പല കാര്യങ്ങളും, നമ്മൾ കലകളിൽ ഏർപ്പെടുന്നുണ്ട്, സ്പോർട്സിൽ ഏർപ്പെടുന്നുണ്ട്, നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള എനർജി ഒക്കെ കൊടുക്കുന്നത് ലിബിഡോ ആണ് എന്നുള്ള ഒരു അഭിപ്രായം ആദ്യം കാൾ യുങ് പറഞ്ഞു. സെക്കൻഡ്, കാൾ യുങ് പേഴ്സണാലിറ്റിയെ വിളിച്ച പേര്, ടേം സൈക്കി എന്നായിരുന്നു. അത് ചിലപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കാം. ഇനി അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ ഞാൻ സൈക്കി എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റി തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. സൈക്കി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സൈക്കി എന്ന ടേം വെച്ചിട്ടാണ് പേഴ്സണാലിറ്റീനെ കാൾ യുങ് ഡിഫൈൻ ചെയ്തത്, സൈക്കി. അപ്പൊ കാൾ യുങ് പേഴ്സണാലിറ്റി എന്ന് പറയാറില്ല, ഈ വ്യക്തിയുടെ സൈക്കി, ആ വ്യക്തിയുടെ സൈക്കി, ആ രീതിയിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ പസിൽസ് കണ്ടിട്ടില്ലേ, ഈ ചെറിയ കുട്ടികൾ ഒരു കുറെ പസിൽ പീസസ് ഇങ്ങനെ ചേർത്ത് വെച്ച് ലാസ്റ്റ് ആ പസിൽ എന്താവും, വലിയൊരു ചിത്രമായിട്ട് മാറും. ഇതേ സംഭവം തന്നെയാണ് മനുഷ്യന്റെ പേഴ്സണാലിറ്റിയിലും ഉണ്ടാവുന്നത് എന്ന് യുങ് വിശ്വസിച്ചു. അതായത് പേഴ്സണാലിറ്റീനെ പല 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 കാര്യങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഡിവൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഒരു പൂർണ്ണ വ്യക്തി ഉണ്ടാകുന്നത് എന്നാണ് കാൾ യുങ് വിശ്വസിച്ചത്. അപ്പൊ പേഴ്സണാലിറ്റിനെ നമുക്ക് പല പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് ഡിവൈഡ് ചെയ്തില്ലേ? അതേപോലെ തന്നെ കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിലും കുറച്ച് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ ഡിവിഷൻസ് എല്ലാം ഒരേപോലെ ഒരേ ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായമായിരുന്നു കാൾ യുങ്ങിന് ഉണ്ടായിരുന്നത്. ഇനി അപ്പോ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള ചോദ്യം വരും. കോമ്പണൻസ് ഓഫ് പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ള ചോദ്യം വരും. അങ്ങനെയുള്ള ചോദ്യം ആളുകൾ യുങ്ങിനോട് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ഉത്തരമായിരുന്നു, ആദ്യം എന്ത് പറഞ്ഞു? പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഈഗോ ആണ് എന്ന് പറഞ്ഞു. ഈഗോ, നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിച്ചപ്പോഴും ഈഗോ പഠിച്ചിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് അതിനോട് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് കാൾ യുങ്ങിന്റെ ഈഗോയിൽ. കാൾ യുങ്ങിന്റെ ഈഗോയിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോൺഷ്യസ് ആസ്പെക്റ്റുകൾ, അതായത് നിങ്ങളിപ്പോ ഈ ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾ അവെയർ ആണ്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അവെയർ ആണ്, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റൂം, നിങ്ങൾ ഇരിക്കുന്ന ചെയറിന്റെ സെൻസേഷൻ നിങ്ങൾക്ക് അവെയർ ആണ്, നിങ്ങളുടെ റൂമിൽ വല്ല ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നിങ്ങൾ അവെയർ ആണ്, ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നിങ്ങൾ അറിയുന്നുണ്ട്, കാറ്റ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈഗോ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യന് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് യുങ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഷ്യസ് ആയിട്ട് എന്തൊക്കെ നടന്നാലും അതൊക്കെ ഈഗോ കാരണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന ഈഗോ അല്ല കേട്ടോ ഇത്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും അവന് ഈഗോ ഇത്തിരി കൂടുതലാണ് എന്ന് പറയും. ആ ഒരു ഈഗോ അല്ല, നിങ്ങൾ പൂർണ്ണ ബോധത്തോടു കൂടി ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നോ അതെല്ലാം ഈഗോ ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി കാരണമാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ള അഭിപ്രായം ആര് പറഞ്ഞു? കാൾ യുങ് പറഞ്ഞു. രണ്ടാമത്തത് പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. പേഴ്സണൽ അൺകോൺഷ്യസ് ഒരിക്കൽ കോൺഷ്യസ് ആയി പിന്നെ മറന്നുപോയ, സപ്രസ് ചെയ്ത കാര്യം, അത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ തന്നെയായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡും കൊടുത്തത് അല്ലെ? പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് വല്ല ട്രോമയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് അതിനെ ഒരു സേഫിൽ ഒളിപ്പിച്ചു വെക്കും. ആ സേഫിനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചത്. അതേപോലെ തന്നെയാണ് യുങ്ങും പറയുന്നത്. പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യം പിന്നെ അത് നിങ്ങൾ മറന്നുപോയി, അങ്ങനെ ഒരു കാര്യം നടന്നതേ നിങ്ങൾക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ കാര്യങ്ങളെയാണ് കാൾ യുങ് പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് വിളിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അൺകോൺഷ്യസ് തന്നെയാണ് കാൾ യുങ്ങിന്റെ പേഴ്സണൽ അൺകോൺഷ്യസ് എന്നും കൂടി ഓർത്ത് വെക്കുക. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ പേഴ്സണൽ അൺകോൺഷ്യസ് മാത്രമല്ല, പുതിയതായിട്ടൊരു സംഭവം കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ ആഡ് ചെയ്യാൻ പോകുന്ന സംഭവത്തെ കാൾ യുങ് വിളിച്ച പേരാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. നേരത്തെ ഞാൻ ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓരോ വ്യക്തിക്കും ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, പേഴ്സണൽ അൺകോൺഷ്യസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തിനോ മനുഷ്യർക്ക് മൊത്തത്തിലോ എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു കൾച്ചറിന് മൊത്തത്തിലോ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് യുങ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നമ്മുടെ മോഡേൺ ബയോളജിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ജീനില്ലേ, ജനറ്റിക്സ്, ജനിതകം എന്ന് നമ്മൾ പറയുന്ന സംഭവം, ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇപ്പൊ ജനിതകം എങ്ങനെ വർക്ക് ചെയ്യുക? നമ്മള് കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികർ ഇങ്ങനെ ജീവിച്ചു വരുന്നു. അപ്പൊ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് മുടിയുടെ നിറം, തൊലിയുടെ നിറം, ബുദ്ധി, പിന്നെന്താ ഉയരം, ശക്തി, ഇതെല്ലാം കൈമാറിയിട്ടാണ് ഏറ്റവും പുതിയ തലമുറ ഉണ്ടാവുന്നത് എന്നാണല്ലോ ജീൻ അല്ലെങ്കിൽ ജനറ്റിക്സ് പറയുന്നത്. അപ്പൊ ഓരോ പൂർവികരിൽ നിന്ന് പൊട്ടൻഷ്യൽ അടുത്ത തലമുറ അക്വയർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ജനറ്റിക്സ് പറയുന്നു. ഇതേപോലെ തന്നെ യുങ് പറയാണ്, കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ കാൾ യുങ് പറയാണ് നമ്മുടെ പൂർവികര് അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, ഇപ്പൊ അവര് വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ആ വേട്ടയാടിയ എക്സ്പീരിയൻസ്, അതിന്റെ അടുത്ത തലമുറ എന്താ പറയുക, ഒരു വെള്ളപ്പൊക്കം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പുതിയ തലമുറയിലേക്കും എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോൺഷ്യസ് ആണോ? അല്ല. അതുകൊണ്ടാണ് അതിനെ അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഹെറിറ്റഡ് എക്സ്പീരിയൻസസ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാകില്ല എന്നാണ് കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ കൺസെപ്റ്റിൽ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മള് ജനറ്റിക്സ് വെച്ചിട്ട് പറയുന്ന എന്താണ്, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉള്ള എന്തെങ്കിലും ബയോളജിക്കൽ ട്രേറ്റുകൾ, സിമിലാരിറ്റീസ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ജനറ്റിക്സ് വെച്ച് പറയുന്നു. അതിന്റെ പൊട്ടൻഷ്യൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ജനറ്റിക്സ് വെച്ച് പറയുന്നത് പോലെ തന്നെ
നമ്മുടെ പൂർവികര് കാലങ്ങളായിട്ട് 500 വർഷം മുന്നേ 1000 വർഷം മുന്നേ അനുഭവിച്ച എക്സ്പീരിയൻസുകളെല്ലാം ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് അവരറിയാതെ കൈമാറി പോരുന്നുണ്ട്. ഇതെങ്ങനെ കൈമാറി പോരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയാണ് എന്നാണ് യുങ് പറഞ്ഞത്. ഇതിങ്ങനെ പോന്നിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാരിൽ കളക്റ്റീവ് അൺകോൺഷ്യസ്, അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട് എന്നുള്ളൊരു ആശയത്തിലേക്ക് യുങ് എത്തിയത്. ഇതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, എല്ലാ കൾച്ചറിലുള്ള മനുഷ്യർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഉറക്കത്തില് പാമ്പിനെ സ്വപ്നം കാണുന്നവര്, അല്ലെങ്കിൽ സ്വയം മരിക്കുന്നത് സ്വപ്നം കാണുന്നവര്, ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണാൻ കാരണം നിങ്ങളുടെ പൂർവികര് പാമ്പിനെ ഒരുപാട് പേടിച്ചിരുന്നു. അപ്പൊ അവര് ആ പാമ്പിനെ പേടിച്ച എക്സ്പീരിയൻസ് കൈമാറി നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് സ്വപ്നങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്. അത് തലമുറകളിലൂടെ കൈമാറി നിങ്ങൾ സ്വപ്നങ്ങളിലൂടെ മരണം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു ആശയമാണ് യുങ് അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തത്. ഓക്കെ, ഇതിനും സയന്റിഫിക്കലി നമുക്ക് തെളിവൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ബേസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഈഗോ വരും. ഈഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവെയർ ആയിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും ഈഗോ എന്നുള്ള പേര് കൊണ്ട് വിളിക്കാം. പേഴ്സണൽ അൺകോൺഷ്യസ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എന്നാൽ നിലവിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത സംഭവങ്ങൾ, അത് റിപ്രസ് ചെയ്തിട്ട് അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് പേഴ്സണൽ അൺകോൺഷ്യസ് എന്നുള്ള പേര് വെച്ച് വിളിക്കുന്നത്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണ്? തലമുറകളായിട്ട് നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച കാര്യങ്ങൾ കൈമാറി നിങ്ങളുടെ എത്തിക്കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മയില്ല. അത് സിംബൽസ് ആയിട്ട് സ്വപ്നങ്ങളിലൂടെയൊക്കെയാണ് പുറത്തു വരിക. അത്തരത്തിലുള്ള കാര്യങ്ങൾ കിടക്കുന്ന ഏരിയനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി തീർന്നിട്ടില്ല. ഈ ഞാൻ പറഞ്ഞു ഇപ്പോൾ കളക്റ്റീവ് അൺകോൺഷ്യസിനാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസിന് ഇമ്പോർട്ടൻസ് കൊടുത്തതുപോലെ കാൾ യുങ്ങിന്റെ മെയിൻ ഏരിയ കളക്റ്റീവ് അൺകോൺഷ്യസ് ആയിരുന്നു. ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൽ എങ്ങനെയാണ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടക്കുന്ന കാര്യങ്ങൾ ആൾക്കാരിലൂടെ പുറത്തേക്ക് വരുന്നത്? എന്റെ പൂർവികരുടെ എക്സ്പീരിയൻസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രവൃത്തിയിൽ കാണണമല്ലോ. എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു സൈക്കോളജിസ്റ്റിന് നിന്റെ പൂർവികരുടെ എക്സ്പീരിയൻസസ് നിന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നീ ഇന്ന പ്രവൃത്തി ചെയ്യുന്നത് അത് കാരണമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വീണ്ടും ഒരു ചോദ്യം വന്നു. ഇങ്ങനെ പൂർവികർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ ട്രാപ്പായി കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുക? അപ്പൊ അതിന് യുങ് കൊടുത്ത ഉത്തരം, ആൾക്കാരുടെ പേഴ്സണാലിറ്റിയിലൂടെ കളക്റ്റീവ് അൺകോൺഷ്യസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആർക്കിടൈപ്സ് എന്ന് പറയുന്ന പാറ്റേണിലൂടെയാണ്, അല്ലെങ്കിൽ സിംബലിലൂടെയാണ്. ആർക്കിടൈപ്സ് എന്നാണ് അതിനെ വിളിച്ചത് കേട്ടോ. പ്രൈമോഡിയൽ ഇമേജസ് എന്നും ആർക്കിടൈപ്സിനെ വിളിക്കും. ആർക്കിടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ഇപ്പോ എന്റെ പൂർവികർ ഒരുപാട് പാമ്പിനെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ എന്റെ സ്വപ്നങ്ങളിൽ പാമ്പിന്റെ ചിത്രം കൂടുതൽ വരികയാണെങ്കിൽ പാമ്പ് ഒരു ആർക്കിടൈപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്റെ പൂർവികര് ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൈമാറി വന്നിട്ട് എന്റെ സ്വപ്നങ്ങളിൽ ആ ദൈവങ്ങൾ വരികയാണെങ്കിൽ ആ ദൈവം ഒരു ആർക്കിടൈപ്പാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ മദർ, ഒരമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ വളർന്നു വരുമ്പോൾ കിട്ടിയതല്ല, നിങ്ങളുടെ പൂർവികരിൽ നിന്ന് കിട്ടിയതാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായം. അതൊരു ആർക്കിടൈപ്പാണ്. ഫാദർ ഫിഗർ, ഒരച്ഛൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതല്ല, നിങ്ങളുടെ പൂർവികര് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു അത് കൈമാറി നിങ്ങളിലേക്ക് എത്തിയതാണ് എന്നുള്ള അഭിപ്രായമായിരുന്നു കാൾ യുങ്ങിന്. അതേപോലെ ഗോഡ്, എല്ലാ കൾച്ചറിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാ കൾച്ചറിലും കോമൺ ആയിട്ട് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് വരാൻ കാരണം എല്ലാ കൾച്ചറിലും പൂർവികര് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, അത് തലമുറകളിലൂടെ കൈമാറി വന്നതാണ് എന്നാണ് കാൾ യുങ് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കിടൈപ്സ്, ഇപ്പൊ ഈ മദർ, ഫാദർ, ഗോഡ്, ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജനറലി പേഴ്സണാലിറ്റി തിയറി, യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആർക്കിടൈപ്സുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ആ ആർക്കിടൈപ്സ് ആണ് ഈ സ്ലൈഡിൽ കാണുന്ന 4 വരും. ഒരെണ്ണം അടുത്ത സ്ലൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആർക്കിടൈപ്സ്? പെർസോണ, അനിമ ആൻഡ് അനിമസ്, ഷാഡോ, സെൽഫ്. 4 ആർക്കിടൈപ്സ് ആണ് പ്രധാനമായിട്ട് യുങ്ങിന്റെ തിയറിയിൽ പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പേഴ്സണാലിറ്റിനെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് ഡിവൈഡ് ചെയ്ത പോലെ കാൾ യുങ് പേഴ്സണാലിറ്റിനെ എന്താക്കി? ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് ഡിവൈഡ് ചെയ്തു.
അപ്പൊ ആൾക്കാർ ചോദിച്ചു, കളക്റ്റീവ് അൺകോൺഷ്യസ് പൂർവികരിൽ നിന്ന് കിട്ടുന്നതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? അപ്പൊ അതിനുള്ള ഉത്തരമായിട്ട് യുങ് പറഞ്ഞു, ആർക്കിടൈപ്സിലൂടെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ആർക്കിടൈപ്സ് എന്താണെന്നുള്ള ചോദ്യം ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പൊ 4 ആർക്കിടൈപ്സിന്റെ പേര് പറഞ്ഞു: പെർസോണ, അനിമ ആൻഡ് അനിമസ്, ഷാഡോ, സെൽഫ്. ഓക്കെ, ഇനി പെർസോണ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ അടുത്ത് നമ്മുടെ നസ്രിയയുടെ ഒരു ഇന്റർവ്യൂല് നസ്രിയ പറഞ്ഞിരുന്നു, ഫഹദ് ഫാസില് ആവേശം സിനിമയില് റങ്കൻ ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പൊ ക്യാരക്ടറായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു മാസ്ക് ഇടുന്നത് പോലെയാണ് അല്ലെ, നമ്മൾ വേറൊരാളായി മാറുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ആവേശം സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തുണ്ടായി? വീട്ടിലേക്ക് വന്നാലും ഫഹദ് ഫാസിൽ ആവില്ല, റങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് തന്നെ തുടർന്ന് ജീവിക്കും. അപ്പോ പെർസോണ എന്ന് പറയുന്നത്, ഇപ്പൊ ഫഹദ് അവിടെ ചെയ്തത് എന്താന്ന് വെച്ചാൽ റങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പെർസോണ എടുത്തിട്ട് ആ പെർസോണയിലൂടെ ജീവിച്ചു. ഇതേപോലെ നിങ്ങൾ ഓരോ വ്യക്തിയും നമ്മുടെ സമൂഹത്തിൽ മറ്റാളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മാസ്ക് വെക്കുന്നുണ്ട്, ഒരു പെർസോണ വെക്കുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞ്? യുങ് പറഞ്ഞ്. ജെന്യുവൻ ആയിട്ട് വേറൊരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കില്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു മാസ്ക് വെയർ ചെയ്യുന്നുണ്ട് എന്നാണ് കാളിയുങ് പറഞ്ഞത്. അപ്പോ കാളിയുങ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, പണ്ട് കാലത്തുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് സർവൈവ് ചെയ്തിരുന്നത്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഈ മാസ്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കളക്റ്റീവ് അൺകോൺഷ്യസിലൂടെ പാസ്സായി ലോകത്തെ എല്ലാ മനുഷ്യരും ഇപ്പോൾ മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഫേക്ക് ഐഡന്റിറ്റിയിലാണ് സംസാരിക്കുക. അപ്പോൾ ശരിക്കുള്ള നിങ്ങളിനെ അദ്ദേഹം വിളിച്ച പേരാണ് സെൽഫ്. ഓക്കെ, ആ സെൽഫ് അല്ല നിങ്ങൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ മാസ്ക്ഡ് ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേക്ക് ഫേസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ആർക്കിടൈപ്പിനെ അദ്ദേഹം വിളിച്ച പേരാണ് പെർസോണ. അപ്പോ പെർസോണ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മറ്റൊരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഫേക്ക് ചെയ്യും, നമ്മളുടെ ട്രൂ നേച്ചർ കാണിക്കാതിരിക്കും. അത്തരത്തിലുള്ള ഫേക്ക് ചെയ്യുന്ന രീതി പെർസോണ ആർക്കിടൈപ്പിലൂടെയാണ് ഫേക്ക് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പെർസോണ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വല്ല തെറ്റുണ്ടോ? ഇപ്പോ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഈ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ജെന്യുവൻ ആയിട്ടുള്ള ഞാൻ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, പക്ഷെ ആസ് എ ഹോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, പസിലിന്റെ ചില പീസസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും എന്റെ ക്ലാസ്സിൽ നിന്ന്. എന്റെ പേഴ്സണാലിറ്റി ഒരു പസിലാക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ ചില പീസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ആ പസിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ പെർസോണ മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വ്യക്തിനെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പെർസോണ അല്ലാതെയും വേറെ കുറെ കാര്യങ്ങൾ ആ വ്യക്തി ഒളിപ്പിച്ചു വെക്കുന്നുണ്ടാകാം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കാളിയുങ്ങിന് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് അനിമ ആൻഡ് അനിമസ് ആർക്കിടൈപ്പ് എന്ന് പറയും. ഇത് നമ്മുടെ അർദ്ധനാടീശ്വരം എന്നൊക്കെ പറയില്ലേ, ശിവന്റെയും പാർവതിയുടെയും സംഗമം, ഓൾമോസ്റ്റ് അതിനോട് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പകുതി പുരുഷൻ പകുതി സ്ത്രീ എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, അനിമ അല്ലെങ്കിൽ അനിമസ്. മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോ അനിമ ആർക്കിടൈപ്പ് എന്താ പറയുന്നത്? അനിമ ആർക്കിടൈപ്പ് ഇസ് ദ ഫെമിനിൻ ആസ്പെക്ട് ഓഫ് ദ മെയിൽ സൈക്കി. സൈക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണാലിറ്റി. മെയിൽ പേഴ്സണാലിറ്റിയിൽ കാണുന്ന ഫെമിനിൻ ആസ്പെക്ട്. കാളിയുങ്ങിന്റെ ഒപ്പീനിയനില്, അഭിപ്രായത്തില് എല്ലാ വ്യക്തികളിലും പുരുഷത്വം, സ്ത്രീത്വം, നമ്മൾ സ്റ്റീരിയോടിപ്പിക്കലി പറയുന്ന വാക്കുകൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. പുരുഷത്വം, സ്ത്രീത്വം, ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ കൾച്ചറിൽ ഒരു മെയിലാവുക, ഒരു പുരുഷനാവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള ഒരു കൾച്ചറിൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് കൊടുക്കും? സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് മസിൽസ് ഒക്കെ വേണം, ധൈര്യം ഉണ്ടായിരിക്കണം, ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടിപ്പിക്കൽ മാസ്കുലിൻ ട്രേറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു പുരുഷനാണ്, ഞാൻ ഈ ട്രേറ്റ്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ ട്രേറ്റ്സിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എന്റെ ഫെമിനിൻ ആസ്പെക്ട്, മറ്റേ വശം, എന്റെ ഉള്ളിൽ തന്നെ സ്ത്രീത്വം ഉണ്ട്, ആ വശം ഞാൻ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? കാളിയുങ് പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീനെ നമ്മുടെ സമൂഹം എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? ഇപ്പോ എന്താ, ശാലീനത, അല്ലെങ്കിൽ
എന്താ പറയാ, നാണം, പിന്നെന്താ മറ്റൊരാളെ കെയർ ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നത്, ദയ, ദാക്ഷിണ്യം, ഇത്തരത്തിലുള്ള ട്രേറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം സാധാരണ സ്ത്രീകളുടെ മേൽ കൊടുക്കാറ്. അപ്പോ ഞാന് പുരുഷനായതുകൊണ്ട് ഇത്തരത്തിലുള്ള വശങ്ങളൊന്നും തിരിഞ്ഞു നോക്കാതെ എന്റെ പുരുഷത്വം മാത്രം കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, കാളിയങ് പറഞ്ഞത്. അപ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്റെ മാസ്കുലിൻ ട്രേറ്റ്സ് കുറച്ച് മാറ്റി വെച്ച് എന്റെ ഉള്ളിലുള്ള ഫെമിനിൻ ട്രേറ്റ്സ് കൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം, അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി കിട്ടുള്ളൂ എന്നാണ് കാളിയങ് പറഞ്ഞത്. അപ്പൊ ആണുങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഫെമിനിൻ ആസ്പെക്റ്റിനെ വിളിച്ച പേരാണ് അനിമ. അതേപോലെ സ്ത്രീകളുടെ ഉള്ളിൽ കിടക്കുന്ന മാസ്കുലിൻ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി, പുരുഷത്വം, സ്ത്രീകളുടെ ഉള്ളിൽ കിടക്കുന്ന പുരുഷത്വത്തെ വിളിച്ച പേരാണ് അനിമസ്. അപ്പൊ അനിമ ആൻഡ് അനിമസ്, ഇതും ഒരു ആർക്കിടൈപ്പ് ആണ് എന്നായിരുന്നു യുങ്ങിന്റെ അഭിപ്രായം. ഇനി മൂന്നാമത് വരുന്ന ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് ഷാഡോ ആണ്. ഷാഡോ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സൈഡ് ഓഫ് ദി പേഴ്സണാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോ നമ്മുടെ ഈ ചില ആൾക്കാർക്ക് ഡിബേറ്റിന്റെ സമയത്തൊക്കെ പറയും മനുഷ്യർ ഇൻഹെറന്റ്ലി ഗുഡ് ആണ്, മനുഷ്യർ ജനിക്കുമ്പോൾ തൊട്ട് നന്മ മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ, തിന്മകളെല്ലാം അവർ വളർന്നു വലുതാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നതാണ് എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളുകളുണ്ട്. ശരിക്കും അത് സത്യമാണോ എന്നുള്ള ചോദ്യമാണ് കാളിയുങ് ഈ ഷാഡോ വെച്ചിട്ട് ചോദിക്കുന്നത്. അപ്പൊ യുങ്ങിന്റെ അഭിപ്രായത്തില് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഡാർക്ക് സൈഡ്, ഒരു ഈവിൾ സൈഡ്, കുറ്റകൃത്യങ്ങൾ, തിന്മകൾ, ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്ന ഒരു സൈഡ് എല്ലാവരുടെയും വ്യക്തിത്വത്തിലുണ്ട്. ആ ഒരു ഡാർക്ക് സൈഡിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഷാഡോ. ഓക്കെ, അപ്പോ ഇത് വരാനുള്ള കാരണം എന്താണ്? കളക്റ്റീവ് അൺകോൺഷ്യസിൽ വരാനുള്ള കാരണം എന്താണ്? അത് അദ്ദേഹം പറഞ്ഞതാണ്, നമ്മുടെ സമൂഹത്തില് നമ്മുടെ പൂർവികര് വേട്ടയാടിയിട്ടാ ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു ട്രൈബിനെ കണ്ടാ കൊല്ലും, വേറൊരു ട്രൈബിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കും, പിന്നെന്താ പറയാ, സ്ത്രീകളെ മോഷ്ടിക്കും. ഈ രീതിയിലൊക്കെ ജീവിച്ചിരുന്ന പൂർവികരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 1,00,000 അല്ലെങ്കിൽ 50,000 വർഷം മുന്നേയൊക്കെ. അപ്പോ ഇത്തരത്തിൽ ജീവിച്ചിരുന്ന പൂർവികർക്ക് വയലൻസ് അല്ലെങ്കിൽ ഈവിൾ എന്നൊക്കെ പറയുന്നത് അവര് ഡെയിലി ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഡെയിലി ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവം നിങ്ങൾക്ക് കളക്റ്റീവ് അൺകോൺഷ്യസിലൂടെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഈ തിന്മകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ പുറത്തു വരുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ആർക്ക്? കാളിയുങ്ങിന് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ ഡാർക്ക് സൈഡ് ഓഫ് ദ പേഴ്സണാലിറ്റിനെയാണ് ഷാഡോ എന്ന് അദ്ദേഹം വിളിച്ചത്. ഈ ഷാഡോ എങ്ങനെ നമ്മൾ ഇപ്പൊ എന്റെ ഉള്ളിൽ തിന്മയുണ്ട് എന്ന് കാളിയുങ് പറയുന്നു. അപ്പൊ ഈ തിന്മ ഉള്ളത് കൊണ്ട് ഞാൻ നശിച്ചു പോകണം എന്നാണോ യുങ് പറയുന്നത്? ഒരിക്കലും അല്ല. യുങ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഷാഡോ, ഡാർക്ക് സൈഡ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോയി ബോക്സിംഗിൽ ചേരൂ, എന്നിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ബോക്സ് ചെയ്തിട്ട് നല്ലൊരു സ്പോർട്സ്മാൻ ആയി മാറും. ആ രീതിയിലുള്ള ഒരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒളിപ്പിച്ചു വെക്കരുത്, അതിനെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാറ്റിക്കൊണ്ടുവരണം. അപ്പൊ സ്പോർട്സ് ഒക്കെ ഈ ഷാഡോനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കാളിയുങ്ങിന് ഉണ്ടായിരുന്നത്. അപ്പോ ആദ്യത്തെ 3 ആർക്കിടൈപ്പ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പെർസോണ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുന്നത്, മാസ്ക്, വേറൊരാളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ജെന്യുവിൻ അല്ല, നമ്മളൊരു മാസ്ക് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്, അഭിനയിക്കുകയാണ്. അതിനെയാണ് കാളിയുങ് പെർസോണ എന്ന് വിളിച്ചത്. രണ്ടാമത് എന്താ പറഞ്ഞത്? അനിമ ആൻഡ് അനിമസ്. ഒരു പുരുഷനും പൂർണ്ണമായിട്ട് പുരുഷനല്ല, ഒരു സ്ത്രീയും പൂർണ്ണമായിട്ട് സ്ത്രീയല്ല. മോഡേൺ ടേംസിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ബൈസെക്ഷൽ ആണ്. പുരുഷന്റെ ഉള്ളിൽ ഒരു സ്ത്രീത്വം ഉണ്ട്, സ്ത്രീയുടെ ഉള്ളിൽ ഒരു പുരുഷനും ഉണ്ട്. അപ്പോ പുരുഷന്റെ ട്രേറ്റ്സ് മാത്രം കാണിച്ച് ജീവിച്ചാൽ അവന്റെ ജീവിതം കംപ്ലീറ്റ് ആവില്ല. സ്ത്രീയുടെ ട്രേറ്റ്സ് മാത്രം കാണിച്ച് ജീവിച്ചാൽ അവളുടെ ജീവിതം കംപ്ലീറ്റ് ആവില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ 2 വശം എക്സ്പീരിയൻസ് ചെയ്യണം, അപ്പോഴാണ് നമുക്കൊരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റി വരുള്ളൂ എന്നാണ് കാളിയുങ് പറഞ്ഞത്. 3, ഷാഡോ എന്താണ്? എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യാനുള്ള കഴിവല്ല ഉള്ളത്, തിന്മകൾ ചെയ്യാനുള്ള കഴിവുകളുണ്ട്, ആളുകളെ ഉപദ്രവിക്കാനുള്ള കഴിവുകളുണ്ട്, ടെൻഡൻസി ഉണ്ട്, വേദന കൊടുക്കാനും കൊല്ലാനുമുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിനെയൊക്കെ അദ്ദേഹം വിളിച്ച പേരാണ് ഷാഡോ. ഇത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമുക്ക് കിട്ടിയതാണ് എന്നൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റത്തെ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത് സെൽഫ് ആണ്. സെൽഫ് ആർക്കിടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ പസിലിന്റെ പീസസ്. ഇപ്പൊ പെർസോണ ഒരു പസിൽ പീസാണ്, ഈ അനിമ ഒരു പസിൽ പീസാണ്, അനിമസ് ഒരു പസിൽ പീസാണ്, ഷാഡോ ഒരു പസിൽ പീസാണ്. ഈ പസിൽ പീസ് എല്ലാം അങ്ങനെ ചേർന്ന് കൃത്യമായിട്ടുള്ള അളവിൽ വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകും.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പൂർണ്ണ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തിത്വത്തിനെയാണ് അദ്ദേഹം സെൽഫ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ പെർസോണ, സ്വന്തം പെർസോണയെ തിരിച്ചറിഞ്ഞ ആള്, അതായത് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ സ്വന്തം അനിമസിനെ മനസ്സിലാക്കിയ ഒരാള്, എൻ്റെ ഉള്ളിലെ സ്ത്രീത്വത്തെ ഞാൻ മനസ്സിലാക്കി, സ്വന്തം ഷാഡോയെ മനസ്സിലാക്കിയ ആള്, എൻ്റെ ഉള്ളിലുള്ള ക്രൂര പ്രവണതകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആ പസിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു സെൽഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ലാസ്റ്റത്തെ ആർക്കിടൈപ്പ് എല്ലാത്തിന്റെയും ഒരു ബാലൻസ് ആണ്. ആ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഒരു യൂണിറ്റി, ഇന്റഗ്രേഷൻ, അതിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഹാർമണി, അതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് സെൽഫ്. എല്ലാം തുല്യമായിട്ടുള്ള അളവിൽ മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ച് പോകുമ്പോൾ അയാളുടെ സെൽഫ് ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം എന്നായിരുന്നു യുങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ആർക്കിടൈപ്സ്: പെർസോണ, അനിമസ്, ഷാഡോ, സെൽഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താന്ന് മനസ്സിലാക്കി, കളക്റ്റീവ് അൺകോൺഷ്യസ് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. കളക്റ്റീവ് അൺകോൺഷ്യസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആർക്കിടൈപ്പുകളിലൂടെയാണ്. പ്രധാനമായിട്ട് ഏതൊക്കെ ആർക്കിടൈപ്പുകളാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ നിങ്ങളിപ്പോ എന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കാം. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഈ ഒരു വഴി ജീവിക്കാൻ പോവുകയാണെന്നും കൂടി ചിന്തിക്കാം. അതായത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വളരെ ഫേക്ക് ആയിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് വിചാരിച്ചോ. അതായത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ച് നിങ്ങൾക്ക് മടുത്തു. ഇനിയെങ്കിലും ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ സെൽഫിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭയങ്കര രീതിയിൽ പുരുഷത്വം അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ സ്ത്രീത്വം, ട്രഡീഷണൽ ആയിട്ട് സമൂഹം പറയുന്ന രീതിയിൽ പുരുഷത്വം സ്ത്രീത്വം കാണിച്ചു മടുത്തു. മറ്റേ വശം കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അവനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മാനസികമായിട്ടാവാം, ശാരീരികമായിട്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ, വേറൊരാളെ ഇങ്ങനെ സൈക്കോളജിക്കലി ഹേർട്ട് ചെയ്യാൻ എനിക്ക് ടെൻഡൻസി ഉണ്ട്, ഇത് ഞാൻ ചെയ്യരുത് എന്ന് മനസ്സിലാക്കി. ഇങ്ങനെയെല്ലാം നിങ്ങളും ഓരോ സ്റ്റേജിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറും, പൂർണ്ണ വ്യക്തിത്വമായിട്ട് മാറും. നിങ്ങളുടെ സെൽഫ് വളർന്നു നിങ്ങളൊരു പൂർണ്ണ വ്യക്തിത്വമായിട്ട് മാറും. ആ പ്രോസസ്സിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഇൻഡിവിജ്വേഷൻ. ഓക്കെ, കണ്ടീഷൻ ഓഫ് സൈക്കോളജിക്കൽ ഹെൽത്ത് റിസൾട്ടിങ് ഫ്രം ദ ഇന്റഗ്രേഷൻ ഓഫ് ഓൾ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫേസറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. പിന്നെ കോൺഷ്യസ് ആയിട്ടുള്ള പാർട്സ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള പാർട്സ് എന്നുള്ള വിവേചനം ഇല്ല. നിങ്ങളുടെ ഈഗോ, കോൺഷ്യസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈഗോ, ആ ഈഗോ എന്തിനൊക്കെ മനസ്സിലാക്കുന്നു? പെർസോണയെ മനസ്സിലാക്കുന്നു, ഷാഡോ മനസ്സിലാക്കുന്നു, അനിമസിനെ മനസ്സിലാക്കുന്നു, സെൽഫ് എന്താന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ആ പ്രോസസ്സിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഇൻഡിവിജ്വേഷൻ. ഓക്കെ, അപ്പോ സ്റ്റെപ്സ് ഫോർ ഇൻഡിവിജ്വേഷൻ. നിങ്ങൾ ഇൻഡിവിജ്വേഷൻ എത്തേണ്ട രീതി എങ്ങനെയാണ്? അൺകോൺഷ്യസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡീത്രോൺ ദ പെർസോണ. നിങ്ങൾ ഇത്രയും കാലം ഫേക്ക് ആയിട്ടാണ് ജീവിച്ചത്, അഭിനയിച്ചിട്ടാണ് ജീവിച്ചതെങ്കിൽ ആ മുഖംമൂടി വലിച്ചെറിയുക. ഇനി മുതൽ ജെന്യൂൻ ആയിട്ട് ജീവിക്കുക. നിങ്ങളുടെ ഡാർക്ക് സൈഡ് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മകളെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ അനിമസ്, നിങ്ങൾ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ട്രേറ്റ്സ് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ സമൂഹത്തിന്റെ ഒരു റിജിഡ് ആയിട്ടുള്ള ഡെഫിനിഷനിൽ ട്രാപ്പായി കിടക്കാതെ രണ്ട് രീതിയിലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ ധൈര്യം കാണിക്കേണ്ട സ്ഥലത്ത് ധൈര്യം കാണിക്കുക, കാരുണ്യം കാണിക്കേണ്ട സ്ഥലത്ത് കാരുണ്യം കാണിക്കുക, സിമ്പതി കാണിക്കേണ്ട സമയത്ത് സിമ്പതി കാണിക്കുക, ഫൈറ്റ് ചെയ്യേണ്ട സമയത്ത് ഫൈറ്റ് ചെയ്യുക. ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ട്രാൻസെൻഡൻസ്, അതായത് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് കാൾ യുങ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ പ്രോസസ് ഓഫ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്ന ഫൈനൽ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ആ പ്രോസസ്സിനെ മൊത്തത്തിൽ അദ്ദേഹം വിളിച്ച പേരാണ് ഇൻഡിവിജ്വേഷൻ എന്നുള്ള പേര്. ഇത് ചിലപ്പോൾ ചോദിക്കും, നിങ്ങളുടെ ഇൻഡിവിജ്വേഷൻ, ഈ സൈക്കോളജിക്കൽ ഹെൽത്ത് എല്ലാ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ആസ്പെക്റ്റിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. അത് ഇൻഡിവിജ്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതില്? കാരണം യുങ്ങിന്റെ മെയിൻ തിയറി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന നല്ലത്. ആ, പറയൂ. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ്, അതെന്താണെന്ന് കൂടി പറയോ? പറയാം. അതായത് ഇപ്പോ
ഒരു ഇൻഡിവിജ്വൽ പൂർണ്ണമായിട്ടും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പസിൽ പീസാണ് പേഴ്സണാലിറ്റി. പസിലിന്റെ എല്ലാ പീസുകളും ഒരുമിച്ച് വന്നിട്ട് കണക്ട് ചെയ്താലേ ഒരു പൂർണ്ണ ചിത്രം വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ പൂർണ്ണ ചിത്രം വരുന്നത് വരെ നിങ്ങളുടെ അൺകോൺഷ്യസിൽ കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പോകുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, പെർസോണ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഷാഡോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അനിമസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇതൊന്നും മനസ്സിലാകാതെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സ്റ്റേജിലായിരിക്കും നിങ്ങൾ വളരുക. അപ്പൊ കാൾ യുങ് പറയുന്നത് ഒരു 40 വയസ്സാകുമ്പോൾ നിങ്ങൾ അൺകോൺഷ്യസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. പെർസോണ ഞാൻ ഫേക്ക് ജീവിതമാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് ജെന്യൂൻ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഡാർക്ക് സൈഡും അനിമസ് ഒക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു പോയിന്റിൽ കോൺഷ്യസ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ടാവില്ല, വ്യത്യാസമേ ഉണ്ടാവില്ല. കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നുള്ള ഡിഫറൻസ് ഉണ്ടാവില്ല, എല്ലാം കോൺഷ്യസ് ആവും, എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു പോയിന്റിനെ അദ്ദേഹം വിളിച്ച പേരാണ് ട്രാൻസെൻഡൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. താങ്ക് യു സർ. ശരി. ട്രാൻസെൻഡൻസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയി. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ പറയുന്നത്. ഇനി അപ്പൊ നമ്മുടെ ഫ്രോയിഡ് എന്താ പറഞ്ഞത്? വളരെ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ട്രോമ, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആക്സിഡൻസ്, ഇതെല്ലാം നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണാലിറ്റി വളർന്നു വരുമ്പോൾ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഒരു അഡോളസൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു 18 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി ഡെവലപ്പായി. ഇനി ഒരു രക്ഷയില്ല. പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പിന്നെ സൈക്കോ തെറാപ്പി ഒക്കെ എടുത്ത് അൺകോൺഷ്യസിലുള്ള സീക്രട്സ് ഒക്കെ പുറത്തേക്ക് എടുക്കേണ്ടി വരും. പക്ഷെ യുങ്ങിന്റെ ഡിഫറൻസ് വരുന്നത് ഈ ഇൻഡിവിജ്വേഷൻ, ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് അറ്റ്ലീസ്റ്റ് 40 വയസ്സിന് ശേഷമാണ് എന്നാണ് യുങ്ങിന്റെ അഭിപ്രായം. യുങ്ങിന്റെ ഒരു കോട്ട് തന്നെ ഉണ്ട്, നിങ്ങൾ 40 വയസ്സ് വരെ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്, 40 വയസ്സിന് ശേഷമാണ് നിങ്ങളുടെ ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത് എന്ന് കാൾ യുങ് പറയുന്ന ഒരു കോട്ടുണ്ട്. അപ്പൊ 40 വയസ്സിന് ശേഷം, കാരണം നിങ്ങൾ 20കളിലും 30കളിലും ഒക്കെ നിങ്ങളുടെ ഫോക്കസ് എക്സ്റ്റേണൽ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ എന്റെ ക്ലാസ് കേൾക്കുന്നത് എന്താ? നിങ്ങൾക്ക് PSC എക്സാം എഴുതിയിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അതൊരു എക്സ്റ്റേണൽ ഗോളാണ്. നിങ്ങളുടെ ഗോള് സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളതല്ല, എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എന്റെ കുടുംബത്തെ നോക്കണം, ഇതെല്ലാം എക്സ്റ്റേണൽ ഗോളാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതം നീങ്ങുമ്പോൾ 20കളിലും 30കളിലും ഒക്കെ പുറത്തേക്കായിരിക്കും അയാളുടെ ഫോക്കസ്. ഭാര്യ, മക്കൾ, ജോലി, കുടുംബം, പൈസ, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് പേരക്കുട്ടികളായി പിന്നെ നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആകുമ്പോൾ അപ്പോഴാണ് ഈ ശരിക്കുള്ള ചോദ്യം വരിക, നിങ്ങൾ ആരാണ്? ആ സമയത്താണ് യുങ് പറയുന്ന ഈ ശരിക്കുള്ള ഈ പെർസോണെ മനസ്സിലാക്കിയെടുക്കുന്നതും ഷാഡോ മനസ്സിലാക്കിയെടുക്കുന്നതും അനിമസ് മനസ്സിലാക്കിയെടുക്കുന്നതും ഒക്കെ ശരിക്കും തുടങ്ങുന്നത് ആ സ്റ്റേജിലാണ്. 40കളിലും 50കളിലുമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കാൾ യുങ്ങിന് ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ല എല്ലാവർക്കും? അടുത്ത ഇതിലേക്ക് പോകട്ടെ. സാർ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. സാർ പറഞ്ഞില്ലേ ഷാഡോ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് വരുന്നതെന്ന്, അപ്പൊ അതിനൊരു എക്സാമ്പിളും പറഞ്ഞില്ലേ, പഴയ ആൾക്കാര് ഹണ്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലെ ഈ അനിമസ് ഒക്കെ എങ്ങനെയാ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? പഴയ ആൾക്കാര് ഒരു കൾച്ചറില് ഈ സ്ത്രീ എന്താണ് പുരുഷൻ എന്താണെന്ന് പറയുന്ന കാര്യങ്ങള് പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി എത്തുന്നതല്ലേ ഡെഫിനിഷൻസ്. മനസ്സിലായോ? ഇപ്പൊ ഇന്ത്യയിലുള്ള പൂർവികരാണ് തീരുമാനിച്ചത് ഇന്ത്യയിൽ ഒരു പുരുഷൻ ഇങ്ങനെയായിരിക്കണം, സ്ത്രീ ഇങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ ജപ്പാനിലുള്ള ഒരു പൂർവികരാണ് തീരുമാനിച്ചത് ഇങ്ങനെയായിരിക്കണം. ആ ട്രേറ്റ്സ് കൈമാറി നിങ്ങളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ എത്തുകയാണ്. ക്ലിയർ ആയില്ലേ? പെർസോണ നിങ്ങളുടെ പൂർവികര് ഇതേപോലെ സമൂഹത്തില് ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്നൊരു എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനെ പോലെ അഭിനയിച്ചിട്ടുണ്ടാവും. അപ്പൊ അഭിനയിക്കണം, എന്നാലേ എന്റെ ഗോള് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആശയം കൈമാറി നിങ്ങളിലേക്ക് എത്തി. അങ്ങനെ. അപ്പൊ ഇത്രയും ആണ് ബേസിക് ആയിട്ട് നമുക്ക് യുങ്ങിന്റെ തിയറിയിൽ പഠിക്കാനുള്ള. കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് യുങ്ങിന്റെ തിയറിയുടെ പ്രത്യേകത സൈക്കോളജിയിൽ നിന്ന് തുടങ്ങി പിന്നെ ഫിലോസഫിയും സ്പിരിച്വാലിറ്റിയും റിലീജിയനും ആകെ ഒരു പുകമയത്തിലേക്ക് പോകുന്ന രീതിയിലാണ് യുങ്ങിന്റെ തിയറി. നിങ്ങൾ അത്രയും അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ യുങ്ങിന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്, കണ്ടു നോക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഒരുപാട് എന്താ പറയാ എക്സെൻട്രിക് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ടാൽ നമുക്ക് തോന്നും ഇച്ചിരി ഒരു ഭ്രാന്തുള്ള ഒരു വ്യക്തിയാണ്, ഇച്ചിരി കിറുക്കുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു യുങ്. പൂർണ്ണമായിട്ട് സൈക്കോളജി എന്ന് പറയാനും പറ്റില്ല. അദ്ദേഹത്തിന്റെ
വർക്കുകളൊക്കെ പിന്നീട് പഠിക്കുന്നത് ഫിലോസഫിയിലും റിലീജിയസ് സ്റ്റഡീസിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത്രയും അറിയണമെന്ന് ഡീപ്പായിട്ട് അറിയണം എന്നുള്ളവർ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, വീഡിയോസ് ഒക്കെ, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മതി, ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ, അതൊക്കെ വായിച്ചാൽ മതി. പക്ഷെ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക, അൺകോൺഷ്യസ്, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഏത് അൺകോൺഷ്യസിന്? കളക്റ്റീവ് അൺകോൺഷ്യസിന്. കളക്റ്റീവ് അൺകോൺഷ്യസ് എങ്ങനെ കിട്ടിയതാണ്? പൂർവികരിൽ നിന്ന് കൈമാറി 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 അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ്. ഒരുമാതിരി ജനിതകം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. എനിക്ക് തോന്നുന്നു യുങ് ആ സമയത്ത് തിയറി ഉണ്ടാക്കിയപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ DNA എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല. ശരിക്കും വേണമെങ്കിൽ യുങ്ങിന്റെ കൺസെപ്റ്റിനൊക്കെ ഈ മോഡേൺ മോളിക്കുലർ ബയോളജി ഒക്കെ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കൈമാറി കൈമാറി വന്ന കാര്യങ്ങൾ നിങ്ങളിൽ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ആർക്കിടൈപ്സിലൂടെയാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആർക്കിടൈപ്സ്? പെർസോണ, ഷാഡോ, അനിമാനിമസ്, സെൽഫ്. ഈ ആർക്കിടൈപ്സ് അല്ലാതെ വേറെയും കുറെ ആർക്കിടൈപ്സ് ഉണ്ട്, പക്ഷെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഈ 4 നിന്നാണ്. ഈ ആർക്കിടൈപ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ആകുമ്പോൾ സെൽഫ് ഡെവലപ്പ് ആകുന്നു എന്നാണ് പറയുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഡിവിജ്വേഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അപ്പോ നമ്മൾ എടുത്തത് കാൾ യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറിയാണ്. അദ്ദേഹം ഒരു നിയോ ഫ്രോയിഡിയൻ ആയിരുന്നു. ഫ്രോയിഡിന് ശേഷം വന്നിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു നിയോ ഫ്രോയിഡിയൻ. ഇതേപോലത്തെ മറ്റൊരു നിയോ ഫ്രോയിഡിയൻ ആണ് ആൽഫ്രഡ് ആഡ്ലർ. ആഡ്ലർ എന്ന് വിളിക്കും, ആൽഫ്രഡ് ആഡ്ലർ. അപ്പോൾ അദ്ദേഹവും ഒരു ഫ്രോയിഡിന്റെ ശിഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഫ്രോയിഡായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആശയങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്ന, ആദ്യത്തെ സ്റ്റേജിൽ അക്സെപ്റ്റ് ചെയ്തിരുന്ന, പിന്നീട് യുങ് ചെയ്തതുപോലെ തന്നെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആൽഫ്രഡ് ആഡ്ലർ. ആഡ്ലർ ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ ജീവിതം നിങ്ങൾ നോക്കി, അവരുടെ തിയറി ഒക്കെ അവരുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് പകർപ്പാണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് വളർന്നു വരുന്ന സമയത്ത് അമ്മയുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത്. ഒരു ഫാദർ ഫിഗർ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈഡിപ്പൽ കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. കാൾ യുങ് വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഈ സ്വപ്നങ്ങളൊക്കെ കാൾ യുങ് എഴുതി വെക്കും. സ്വപ്നങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ആർക്കിടൈപ്സ്, സിംബൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ വരുമ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഓക്കെ, ഈ സ്വപ്നത്തിൽ ഞാൻ ഈ സിംബലൊക്കെ കാണാൻ കാരണം എന്റെ പൂർവികർ ഇത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടായിരിക്കാം. ഇതേപോലെ തന്നെയാണ് ആൽഫ്രഡ് ആഡ്ലറിന്റെ തിയറി. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറീസ് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൽഫ്രഡ് ആഡ്ലറിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. യുങ്ങിന്റെ പോലെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പോലെ തന്നെ ഡോക്ടർ ആയിരുന്നു, മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. പിന്നീട് സൈക്കോ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള തിയറീസ് ഒക്കെ ഉണ്ടാക്കി സൈക്കോളജി ഫീൽഡിലേക്ക് കയറിയ ഒരാളാണ്. ഈ 3 പേരുടെയും കാലഘട്ടം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും ആദ്യം ജനിച്ചു, അവിടുന്ന് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കാൾ യുങ് ജനിച്ചു, പിന്നെ ആൽഫ്രഡ് ആഡ്ലർ, അതിന്റെ ഇടയിൽ ആൽഫ്രഡ് ആഡ്ലർ, അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഒരേ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്, പക്ഷെ വ്യത്യസ്ത ആശയങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയെ നമ്മൾ സൈക്കോ ഡൈനാമിക് തിയറി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ സൈക്കോ അനലറ്റിക് തിയറി എന്ന് വിളിച്ചു. കാൾ യുങ്ങിന്റെ തിയറിയെ നമ്മൾ അനലറ്റിക്കൽ സൈക്കോളജി എന്ന് വിളിച്ചു. ആൽഫ്രഡ് ആഡ്ലറിന്റെ പേഴ്സണാലിറ്റി തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ്. ഇൻഡിവിജ്വൽ സൈക്കോളജി, ആ ടേം ഓർത്ത് വെച്ചോ, അത് ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻഡിവിജ്വൽ സൈക്കോളജി. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാത്തിന്റെ ഉറവിടം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇങ്ങനെ ഇരുന്ന് എല്ലാ ദിവസവും കുറെ പേജ് തിയറീസ് ഇങ്ങനെ ഉണ്ടാക്കും, കുറെ നോൺസെൻസ് ഇങ്ങനെ എഴുതി കൂട്ടും, അത് പബ്ലിഷ് ചെയ്യും, ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ തന്നെയാണ് ആൽഫ്രഡ് ആഡ്ലർ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ, ഒരു കോൺഫറൻസ് ഒക്കെ ഇല്ലേ ഇപ്പൊ നമുക്ക് നടക്കുന്ന കോൺഫറൻസ്, അതേപോലത്തെ ഒരു സംഭവത്തിൽ പോയതും സിഗ്മണ്ട് ഫ്രോയിഡായിട്ട് ബന്ധം സ്ഥാപിച്ചെടുത്തതൊക്കെ. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ഈ അൺകോൺഷ്യസ്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് കുറച്ചൊക്കെ ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായം, യുങ്ങിന് ഉണ്ടായിരുന്ന അതേ അഭിപ്രായം തന്നെയാണ് ആഡ്ലറിലും ഉണ്ടായിരുന്നത്. പിന്നീട് പല പല കാരണങ്ങൾ കാരണം അവർ സ്പ്ലിറ്റായി. ഫ്രോയിഡ് പറയുന്നതൊക്കെ തെറ്റാണ്, ഇനി ഞാൻ എന്റെ വഴിക്ക്, നീ നിന്റെ വഴിക്ക്, ആ ഒരു അഭിപ്രായത്തിലെത്തി. എന്തായിരുന്നു ഡിസഗ്രിമെന്റ്സ്? നമ്മുടെ യുങ്ങിന്റെ അവിടെ നമ്മൾ 3 പോയിന്റ് കണ്ടതുപോലെ തന്നെ ഇവിടെ 3 പോയിന്റ്. എന്തൊക്കെയായിരുന്നു ഫ്രോയിഡ് പറഞ്ഞത് അംഗീകരിക്കാത്തത്? ഒന്ന്, നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ കുഞ്ഞു കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ ഇൻസ്റ്റിങ്സ്, നിങ്ങൾക്കുള്ള പ്രവണതകൾ, നാച്ചുറലായിട്ട് കിട്ടുന്ന പ്രവണതകൾ, ഇതെല്ലാമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതെല്ലാമാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നായിരുന്നു ആര് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്.
ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു അല്ല ഫ്രോയിഡ്, അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിന്റെ വിക്ടിംസ് അല്ല, യു ആർ നോട്ട് വിക്ടിംസ് ഓഫ് യുവർ പാസ്റ്റ്, ഫ്യൂച്ചർ ആണ് ഇമ്പോർട്ടന്റ്, പ്രസന്റ് ആണ് ഇമ്പോർട്ടന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? കോൺഷ്യസ്നെസ്, അതായത് അൺകോൺഷ്യസ് ആയിരുന്നു നമ്മുടെ രണ്ടാശമാർക്കും. സിഗ്മണ്ട് ഫ്രോയിഡിനും പേഴ്സണൽ അൺകോൺഷ്യസ് ആയിരുന്നു, കാൾ യുങ്ങിന് കളക്റ്റീവ് അൺകോൺഷ്യസ് ആയിരുന്നു. അവരുടെ ഫോക്കസ് അൺകോൺഷ്യസ്, നിങ്ങൾ അവെയർ അല്ലാത്ത കാര്യങ്ങളിലായിരുന്നു. ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു ഈ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് തിയറീസ് ഉണ്ടാക്കിയിട്ടും ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് തിയറീസ് ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത് എന്താണോ അതാണ് ജീവിതം, അതിന്റെ ആസ്പദമായിട്ട് സൈക്കോളജിക്കൽ തിയറീസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഷിഫ്റ്റ് ചെയ്തു അവിടെ റോള്. കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധാവസ്ഥ, ബോധമനസ്സ്, അതിനെയാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സെക്ഷൽ അർജസ്, സെക്ഷുവാലിറ്റി, പ്ലഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് അദ്ദേഹം ആഡ് ചെയ്തു. ഈ കാൾ യുങ് പറഞ്ഞ പോലെ തലമുറകളായിട്ട് കൈമാറി വരുന്ന സാധനങ്ങളും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ പോലെ അൺകോൺഷ്യസിൽ കിടക്കുന്ന സാധനങ്ങളും മാത്രമല്ല ഇമ്പോർട്ടന്റ്. വളർന്നു വരുമ്പോൾ ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ചുറ്റുപാടുകൾ, അവന്റെ പാരൻസ് എങ്ങനെയാണ് അവനോട് പെരുമാറുന്നത്, അവന്റെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് അവനോട് പെരുമാറുന്നത്, അവന്റെ സുഹൃത്തുക്കൾ എന്തൊക്കെ ചെയ്യുന്നതാണ് അവൻ കാണുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയാൻ കാരണം, ഇപ്പൊ നമ്മളുടെ ഒരു മോഡേൺ സൈക്കോളജി വെച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് ജനിക്കുമ്പോൾ എന്താണോ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾ വരുന്നു, ഡെലിവർ ആവുന്നു, പിന്നെ അതേപോലെ അങ്ങനെ വളർന്നു വലുതാണോ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുക. നമുക്ക് കുറച്ചൊക്കെ പൊട്ടൻഷ്യൽ ജനിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, കുറച്ചൊക്കെ കാര്യങ്ങൾ ജനറ്റിക്സ് വഴി കിട്ടുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് നമ്മൾ വളരുന്ന എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു അഭിപ്രായം തന്നെയായിരുന്നു നമ്മുടെ ആൽഫ്രഡ് ആഡ്ലറിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സാധാരണ നമ്മൾ ഭാഷയിൽ സാധാരണ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ്. നിനക്ക് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. ഓക്കെ, പക്ഷെ ആ ഒരു ടേമിന്റെ യൂസേജ് വരുന്നത് ആൽഫ്രഡ് ആഡ്ലറിന്റെ തിയറിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തിയറീസിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ എടുത്ത കാര്യങ്ങളുടെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൽഫ്രഡ് ആഡ്ലറിന്റെ ഇത്രയും വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാണ് ഞാൻ. ആഡ്ലറിന്റെ സൈക്കോളജി നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധമുള്ള ഒരു സൈക്കോളജിസ്റ്റ് തന്നെയായിരുന്നു ആൽഫ്രഡ് ആഡ്ലർ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വിയന്ന സൈക്കോളജിസ്റ്റുകൾക്കുള്ള വിയന്ന കമ്മിറ്റി ഒക്കെ ഉണ്ട്. വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത് സൈക്കോളജിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയിലൊക്കെ ഒരു അംഗമായിരുന്ന ആളായിരുന്നു ആൽഫ്രഡ് ആഡ്ലർ. ഇനീഷ്യലി സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊരു അഭിപ്രായം, ചില സത്യങ്ങളുണ്ട് എന്നൊരു അഭിപ്രായം കാൾ യുങ്ങിന് ഉണ്ടായിരുന്നത് പോലെ തന്നെ ചില സത്യങ്ങളുണ്ട് എന്നൊരു അഭിപ്രായമുള്ള ആളായിരുന്നു ആൽഫ്രഡ് ആഡ്ലർ. പക്ഷെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, യുങ് വേർപിരിഞ്ഞതുപോലെ തന്നെ ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു ഈ ഫ്രോയിഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചില കാര്യങ്ങളൊക്കെ പക്കാ നോൺസെൻസ് ആണ്, അതുകൊണ്ട് എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു തിയറി പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു മേജർ ഡിസഗ്രിമെന്റ്സ് ഫ്രോയിഡായിട്ട്? ഒന്ന് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിന്റെ വിക്ടിം അല്ല, അല്ലെങ്കിൽ അടിമയല്ല. ബയോളജിക്കൽ ഫോഴ്സസ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ഈ നിങ്ങളുടെ ബയോളജിക്കൽ പ്രവണതകൾ, ഇതിനെല്ലാം മറികടന്ന് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ്. രണ്ട്, യുങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സാധാ അൺകോൺഷ്യസ്, രണ്ട് കൺസെപ്റ്റും എടുത്തു കളഞ്ഞു. അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവെയർ അല്ലാത്ത, ബോധാവസ്ഥയിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എത്ര ചിന്തിച്ചു നോക്കിയിട്ടും കാര്യമില്ല, അതിനെക്കുറിച്ച് നമുക്ക് തെളിവുകളൊന്നും കിട്ടൂല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണോ, ബോധാവസ്ഥയിൽ വരുന്ന സാധനങ്ങൾ എന്താണോ, അത് വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഈ സെക്ഷൽ ഫീലിങ്സ്, പ്ലഷർ, ഇതൊന്നും വെച്ചിട്ട് മനുഷ്യനെ ഒരിക്കലും ഡിഫൈൻ ചെയ്യരുത്, മനുഷ്യന്റെ പൊട്ടൻഷ്യൽ അതിൽ മാത്രം ഒതുക്കി കളയരുത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ആൽഫ്രഡ് ആഡ്ലറിന് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ, പൊട്ടൻഷ്യൽ, ജനറ്റിക് പൊട്ടൻഷ്യൽ, അത് മാത്രമല്ല, നിങ്ങൾ വളർന്നു വരുമ്പോൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് വളരുന്നത്, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ
പേഴ്സണാലിറ്റീനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അതിന് കൂടാതെ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് ചേർക്കാൻ മറന്നു. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് തന്നെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ള വാക്ക്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ള വാക്കൊക്കെ വന്നത് ആൽഫ്രഡ് ആഡ്ലറിന്റെ തിയറീസിൽ നിന്നാണ്. അത് വരാൻ എന്താണ് കാരണം എന്നുള്ളത് ഈ തിയറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളായിരുന്നു ഈ ആൽഫ്രഡ് ആഡ്ലറിന്റെ ബേസിക് തിയറിയിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ്, ഇതിൽ ഇപ്പൊ ഞാൻ ചേർത്തിട്ടുള്ള ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മുടെ യുങ്ങിന്റെ തിയറി അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ട ഇതുവരെ ഞാൻ സാധാരണ എക്സാംസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് പിക്ക് ചെയ്തെടുത്തിട്ട്, അതേപോലെ സാധാ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പിക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇതില് ഈ ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. ആൻ അസസ്മെന്റ് റിലേറ്റഡ് ടു യുങ്സ് പേഴ്സണാലിറ്റി തിയറി ഈസ്. ഓക്കെ, ഇതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയോ? അറിയുമെങ്കിൽ ഒന്നില്ലെങ്കിൽ ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ മൈക്ക് ഓണാക്കി പറയാം. MBTI എന്ന് പറയുന്നവരുണ്ട്, റൊഷാക്ക് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, NUFFI എന്ന് പറയുന്നവരുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒരു ഓപ്ഷനും കൂടി ഉള്ളൂ. അതാരെങ്കിലും കൂടി പറഞ്ഞാൽ തീർന്ന്. ഓക്കെ, ശരിക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആൻസർ വരുന്നത് B ആണ്, അല്ല A ആണ്. MBTI, മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് MBTI, മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻവെന്ററി. അപ്പോൾ MBTI അങ്ങനെ ആ രീതിയിലാണ് പറയുന്നത്. പക്ഷെ മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. MBTI എന്ന് ഷോർട്ട് ആക്കിയിട്ട് വിളിക്കും. ഈ റൊഷാക്ക്, EPQ, NUFFI ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട്, പേടിക്കേണ്ട. അത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. റൊഷാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രേറ്റ് തിയറിയിൽ NUFFI, EPQ ഒക്കെ വരും. ഇത് ഞാൻ ക്ലാസ്സിൽ എന്താ എടുക്കാത്തത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ. യുങ്ങിന്റെ തിയറി പറഞ്ഞപ്പോൾ സാർ ഈ തിയറി പറഞ്ഞില്ലല്ലോ, അപ്പൊ യുങ്ങിന്റെ തിയറിയുടെ ആസ്പദമാക്കിയിട്ട് വരുന്ന ചോദ്യമാണെങ്കിൽ ഇത് ഞാൻ പറയേണ്ടതല്ലേ? പറയാതിരിക്കാൻ കാരണം അത്രേ ഉള്ളൂ. MBTI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് യുങ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ല. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോമോ കുറച്ച് ചോദ്യങ്ങളോ കൊടുക്കും. അതിന്റെ ഉത്തരം വെച്ചിട്ട് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അതിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യുങ്ങിന്റെ തിയറീനെ അടിസ്ഥാനമാക്കിയിട്ട് വേറെ 2 പേരുണ്ടാക്കിയ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണിത്, മയേഴ്സ് ആൻഡ് ബ്രിക്സ്. മയേഴ്സ് എനിക്ക് തോന്നുന്നു മകളാണ്, ബ്രിക്സിന്റെ മകളാണ് മയേഴ്സ് എന്ന് തോന്നുന്നു. 2 സ്ത്രീകൾ ഉണ്ടാക്കിയ ടെസ്റ്റാണ് ഈ മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒരാൾ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ഗുഡ് ജോബ്. അപ്പൊ ഈ മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ, യുങ്ങിന്റെ തിയറിയിൽ പെടുന്നതല്ല, യുങ് ഉണ്ടാക്കിയെടുത്തതല്ല. ശരിക്കും ഒരു മണ്ട ടെസ്റ്റ് ആണ്, ലൈക്ക് ഒരു സ്യൂഡോ സയന്റിഫിക് ടെസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ശാസ്ത്രീയമല്ലാത്തൊരു ടെസ്റ്റ് ആണ്, വളരെ പോപ്പുലർ ആണ്. അതാണ് ഇതിന്റെ കോമഡി. അതായത് ഒരുപാട് സ്കൂളുകളിലും കോർപ്പറേറ്റ് ജോലികളിലൊക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്. പക്ഷെ ഇത് വലിയ കാര്യമില്ലാത്ത ടെസ്റ്റ് ആണ്. അപ്പോൾ MBTI നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിങ്ങളുടെ MBTI ഈ യുങ്ങിന്റെ തിയറി വെച്ചിട്ട് എന്താണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ചോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐ മീൻ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരുന്നത്. അപ്പൊ മയേഴ്സ് ബ്രിക്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ് യുങ്ങിന്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, MBTI യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഓർത്ത് വെക്കാം. ആ ടെസ്റ്റ് എന്താണെന്നോ അത് ഉണ്ടാക്കിയ ആൾക്കാർ എന്താ ഉദ്ദേശിച്ചതെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റ് MBTI ആണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യുങ്സ് പേഴ്സണാലിറ്റി തിയറി ഈസ് എ പാർട്ട് ഓഫ് ഏതാണ്? ആർക്കെങ്കിലും അറിയോ? മെസ്സേജ് ഇടാം, വോയിസിൽ പറയാം. കറക്റ്റ് ആണ്, അനലിറ്റിക്കൽ സൈക്കോളജി. ആരുടെ ആയിരുന്നു? ആൽഫ്രഡ് ആഡ്ലറിന്റെ ആയിരുന്നു ഇൻഡിവിജ്വൽ സൈക്കോളജി. സൈക്കോ സോഷ്യൽ തിയറി ആരുടെ അറിയോ? എറിക് എറിക്സന്റെ ആണ് തിയറി. നിങ്ങൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, ഗുഡ്. ട്രേറ്റ് തിയറി ആരുടെ അറിയോ? ആൾപോർട്ട്. വേറെ ആരെങ്കിലും അറിയോ?
കേറ്റല്. കെറ്റല്. വേറെ ഐസങ്ക് കേട്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ സിലബസിൽ ഉണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. ട്രേറ്റ് തിയറി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇൻഡിവിജ്വൽ സൈക്കോളജി ആൻഡ് അനലിറ്റിക്കൽ സൈക്കോളജി ആരുടെയാണ്, എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് ഓർത്ത് വെക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, തേർഡ് വൺ, ഫെമിനിൻ ആസ്പെക്ട് ഓഫ് ദ മെയിൽ സൈക്കി ഈസ് എന്താണ്? അനിമ. അനിമയാണോ? സി, ചിലർ അനിമസ് എന്ന് പറയുന്നുണ്ട്. നോക്കാം, നമ്മുടെ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനിമയാണ്. എവിടെയാ? നോക്ക്, അനിമ ആൻഡ് അനിമസ്. അനിമസ് ആർക്കിടൈപ്പ് ഇസ് ദ മാസ്കുലിൻ ആസ്പെക്ട് ഓഫ് ദ ഫീമെയിൽ സൈക്ക്. സ്ത്രീകളുടെ മാസ്കുലിൻ ആസ്പെക്ട് ആണ് അനിമസ്. അനിമ ആർക്കിടൈപ്പ് ഇസ് ദ ഫെമിനിൻ ആസ്പെക്ട് ഓഫ് ദ മെയിൽ സൈക്ക്. പുരുഷന്മാരുടെ ഉള്ളിലുള്ള സ്ത്രീത്വത്തെ വിളിക്കുന്നവരാണ് അനിമ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഫെമിനിൻ ആസ്പെക്ട് ഓഫ് ദ മെയിൽ സൈക്കീസ്. അപ്പൊ കറക്റ്റ് ഉത്തരം വരും ഓപ്ഷൻ ബി ആണ്, അനിമയാണ്. ഇത് ഓർത്തിരിക്കാം. അനിമയുടെ അവസാനം എന്താ? പറഞ്ഞിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അനിമ ഫെമിനിൻ എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കാം. യെസ്. അല്ലെങ്കിൽ അനിമയുടെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എം എയിലാണ്. മാന് തുടങ്ങുന്നത് എന്തില്ല? എം എയിലാണ്. അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, രണ്ട് രീതിയിൽ ഓർത്തിരിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊക്കെ ഓർത്തിരുന്നാൽ മതി. പക്ഷെ കൺഫ്യൂസിങ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്തത് എന്ന് മാത്രം പഠിക്കുക. സൈക്കോളജിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. മെയിൻ പോയിന്റ് ഒരൊറ്റെണ്ണം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്തത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത ചോദ്യം, condition of psychological health resulting from integration of all conscious and unconscious facets of the personality. Individuation. വേറെ വല്ല അഭിപ്രായങ്ങളുണ്ടോ? ഇല്ല. കറക്റ്റ് ഉത്തരം എന്താ നോക്കാം. ഇൻഡിവിജ്വേഷൻ തന്നെയാണ്. സെൽഫ് എന്താണ് അപ്പോ? അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? അൺകോൺഷ്യസും കോൺഷ്യസ് ആയിട്ടുള്ള ഫാക്ട്സ് വരുന്നതിനെയാണ് അതെല്ലാം കൂടി വരുന്നതാണ് പ്രോസസ്സിനെയാണ് ഇൻഡിവിജ്വേഷൻ എന്നുള്ളത്. കറക്റ്റ് ആണ്. ഇന്റഗ്രേഷൻ എന്നുള്ള കീ ടേം ഇല്ലേ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇന്റഗ്രേഷൻ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടോന്ന്. ഇന്റഗ്രേഷൻ ഓഫ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് വരികയാണെങ്കിൽ അധികം ഇൻഡിവിജ്വേഷൻ ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ, സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആകത്തുക, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ആകത്തുകേനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. അതായത് ഈ പെർസോണ, അനിമ, അനിമസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ആകത്തുകേനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് സെൽഫ്. സൈക്കി എന്തായിരുന്നു? പേഴ്സണാലിറ്റി. യെസ്. മറ്റേ യുങ്ങിന്റെ തിയറിയിൽ പേഴ്സണാലിറ്റി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സാധനമാണ് സൈക്കി. ഷാഡോ? ഡാർക്ക് സൈഡ് ഓഫ് പേഴ്സണാലിറ്റി. കറക്റ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡാർക്ക് സൈഡ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തിന്മകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മറച്ചു വെക്കുന്ന സാധനങ്ങൾ, സാധാരണ ആൾക്കാരൊക്കെ മറച്ചു വെക്കുന്ന സാധനങ്ങൾ, അതിനെയാണ് ഷാഡോ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഇനി ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ ആഡ്ലറിന്റെ ഒരു കഥ കൂടിയും പറഞ്ഞിട്ട് ഞാൻ എൻഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ചോദ്യങ്ങൾ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ആഡ്ലറിന്റെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തില് ഞാൻ പറഞ്ഞു, ഓരോ സൈക്കോളജിസ്റ്റുകളുടെ, ഫ്രോയിഡിന്റെ ആണെങ്കിലും യുങ്ങിന്റെ ആണെങ്കിലും ആഡ്ലറിന്റെ ആണെങ്കിലും ഒക്കെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവരുടെ എന്തുണ്ടാകുന്നത്, തിയറീസ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അവരുടെ തിയറീസ് ഉണ്ടായിരിക്കുന്നത്.
ഇപ്പോൾ ഈഡിപ്പൽ കോംപ്ലക്സിനെ കുറിച്ച് ഫ്രോയിഡ് സംസാരിക്കാൻ കാരണം ഫ്രോയിഡിന്റെ മേജർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അമ്മയായിട്ടായിരുന്നു. ഫ്രോയിഡിന്റെ അച്ഛനായിട്ട് നല്ല രീതിയിലല്ലായിരുന്നു. അപ്പോൾ അച്ഛനോട് ഒരു എൻവി, ഒരു അസൂയ അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഫ്രോയിഡിന് ഉണ്ടായിരുന്നത് കൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വളർന്നു വരുന്ന ഏതൊരു സ്റ്റേജിൽ അച്ഛന്മാരോട് ഒരു വെറുപ്പുണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു തിയറി വന്നു. യുങ് വളർന്നു വരുന്ന സമയത്ത് കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു. സ്വപ്നങ്ങളിൽ ഇങ്ങനെ പാമ്പ് വരും, ദൈവങ്ങൾ വരും, യുങ് വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾ വരും, പിന്നെന്താ പൂർവികരെ ചിലപ്പോൾ കാണും. അപ്പൊ യുങ് ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ ഞാൻ സ്വപ്നം കാണേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷെ യുങ്ങിന് അതിനൊരു ഉത്തരം കിട്ടിയില്ല. ആ സമയത്ത് വലുതായപ്പോൾ യുങ് പറഞ്ഞു കളക്റ്റീവ് അൺകോൺഷ്യസ് ആണ് ഇതിന്റെ കാരണം. കളക്റ്റീവ് അൺകോൺഷ്യസിലൂടെ തലമുറകളായിട്ട് പൂർവികരിൽ നിന്ന് പൂർവികരിലേക്ക് കൈമാറിയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്, ആർക്കിടൈപ്പ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്. അത് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തേക്ക് വരാം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പൊ ആഡ്ലറിന്റെ തിയറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കൂടി ഞാൻ തരാം. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം. എല്ലാ മനുഷ്യരും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം ആൽഫ്രഡ് ആഡ്ലർ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്. ആഡ്ലർ പറഞ്ഞു എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പവർ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സുപ്പീരിയോറിറ്റി? അതായത് ആഡ്ലർ പറഞ്ഞു എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ പല രീതിയിലാണ് ജനിക്കുന്നത്. സ്വാഭാവികം, ശരിയാണ്. ചില ആൾക്കാർക്ക് ജന്മന ജീനിയസുകളായിരിക്കും അല്ലെ. 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ ചെസ് കളിക്കാൻ തുടങ്ങും. നമ്മുടെ മാഗ്നസ് കാൾസണെ പോലെയും പ്രാഗ്നാനന്ദയൊക്കെ പോലെ ജീനിയസ് ഒക്കെ ആയിട്ട് ജനിച്ച് ആ പൊട്ടൻഷ്യൽ വളർത്തിയെടുക്കുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർക്ക് വളർന്നു വരുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ട്രാജഡീസ് ജീവിതത്തിൽ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചേക്കാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം. അപ്പൊ പല സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇൻഫീരിയർ ആണ് എന്ന് അവർക്കൊരു ചിന്ത വരും. ഞാൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇൻഫീരിയർ ആണ് എന്നുള്ള ചിന്ത. അതായത് ഇപ്പോ ഞാൻ ജനിച്ചു, ഞാൻ വളർന്നു, ഞാൻ സ്കൂളിൽ പോയപ്പോ എന്റെ സുഹൃത്ത് എന്നെക്കാളും ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ ഉള്ളിൽ എന്താ വരുന്ന ഒരു ഇൻഫീരിയർ ഫീലിംഗ് വരികയാണ്. എന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളുടെ അത്ര നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഓടാൻ പറ്റുന്നില്ലല്ലോ, സ്പോർട്സ് ആണെങ്കിൽ കളിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ചിന്ത, ഞാൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഇൻഫീരിയർ ആണ് എന്നുള്ള ചിന്തേനെയാണ് ആൽഫ്രഡ് ആഡ്ലർ ഇൻഫീരിയോറിറ്റി എന്ന് വിളിച്ചത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, ഇൻഫീരിയോറിറ്റി എന്ന് വിളിച്ചത്. അപ്പൊ ഇൻഫീരിയർ ഫീലിങ്സ്, എല്ലാ മനുഷ്യർക്കും ഇൻഫീരിയർ ഫീലിങ്സ് ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതാണ് ആഡ്ലറിന്റെ തിയറിയുടെ മെയിൻ പോയിന്റ്. എല്ലാ മനുഷ്യർക്കും അൺകോൺഷ്യസ് ഉണ്ടായിരിക്കുന്നു ഫ്രോയിഡ് പറഞ്ഞ പോലെ, എല്ലാ മനുഷ്യർക്കും കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ടായിരിക്കും, അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുന്നു യുങ് പറഞ്ഞതുപോലെ. ആഡ്ലർ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിൽ ഇൻഫീരിയർ ഫീലിങ്സ് ഉണ്ടായിരിക്കും. ഈ ഇൻഫീരിയർ ഫീലിങ്സ് സുഹൃത്തുക്കളിൽ നിന്ന് വരാം, നിങ്ങളുടെ തന്നെ ബ്രദർ സിസ്റ്റർ. കുഞ്ചാക്കോ ബോബനും അതേപോലെ സുരേഷ് ഗോപിയും വരുന്ന ഒരു സിനിമ ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു. എന്നിട്ട് ഇവര് തമ്മിൽ എന്താ പറയാ, അമ്മയ്ക്ക് എപ്പോഴും ഏട്ടനെയാണ് ഇഷ്ടം, ആ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ വരുന്ന സിനിമ. ലാസ്റ്റ് സുരേഷ് ഗോപിയെ കൊല്ലാൻ നോക്കുന്നു, അങ്ങനെയൊക്കെയാണ് ആ സിനിമയുടെ കഥ പോകുന്നത്. അത് ആഡ്ലറിന്റെ ഏതാ സ്വപ്നം കൊണ്ട് തുലാഭാരം. അതാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. അപ്പോൾ അത് ഈ ആൽഫ്രഡ് ആഡ്ലറിന്റെ തിയറിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പറ്റിച്ച് അത് കണ്ടിട്ട് പോവാം. അതായത് മറ്റേ ഏട്ടന് എന്തൊക്കെയോ കഴിവുകളുണ്ട്, ഏട്ടന് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇൻഫീരിയർ ഫീലിംഗ്. ആ ഇൻഫീരിയർ ഫീലിംഗ് എല്ലാ മനുഷ്യനും നാച്ചുറൽ ആണെന്നാണ് ആഡ്ലർ പറയുന്നത്. പക്ഷെ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കിയെടുക്കുമ്പോൾ എന്താ ഗുണം? എനിക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും. അപ്പൊ ഞാൻ ആ പാട്ടിൽ 100% ഫോക്കസ് കൊടുക്കും. അതിനെയാണ് ആൽഫ്രഡ് ആഡ്ലർ കോമ്പൻസേഷൻ എന്ന് വിളിച്ചത്. ഇതൊന്നും ഇപ്പൊ എഴുതിയേക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തുതരാം. കഥ പറയുന്നേ ഉള്ളൂ. കോമ്പൻസേഷൻ, ഇൻഫീരിയർ ഫീലിങ്സ് ഓവർകം ചെയ്യാൻ നിങ്ങളുടെ സ്ട്രെങ്ത്തുകളിൽ 100% ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾ രക്ഷപ്പെടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ആഡ്ലർ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ഈ തിയറി
ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ആൽഫ്രഡ് ആഡ്ലറിന്റെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സഹോദരന്മാരെല്ലാരും തന്നെ ഭയങ്കര എക്സെപ്ഷണലി ടാലന്റഡ് ആണ്. അക്കാഡമിക്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഒക്കെ എക്സെപ്ഷണലി ടാലന്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആഡ്ലറിന് ചെറുപ്പം തൊട്ടിട്ട് നമ്മുടെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുന്നത് പോലെ ആഡ്ലറിന് ഈ ബ്രദേഴ്സ് അവര് ഓടുന്നതും സ്പോർട്സ് കളിക്കുന്നതും ചാടുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ ആഡ്ലറും ഇത് തന്നെ ഇങ്ങനെ ചെയ്യാൻ നോക്കും. പക്ഷെ ആഡ്ലറിന് എന്ത് പറ്റി, ഒരു 7 വയസ്സൊക്കെ ആണെന്ന് തോന്നുന്നു, 7-8 വയസ്സൊക്കെ ആകുമ്പോൾ ആഡ്ലറിന് ന്യൂമോണിയ ബാധിക്കുകയാണ്. ന്യൂമോണിയ ബാധിച്ചിട്ട് ഓൾമോസ്റ്റ് മരിക്കാറായിട്ടുള്ളൊരു സ്റ്റേജിലെത്തി. പിന്നെ ന്യൂമോണിയക്ക് ശേഷം ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന ശേഷം ഓരോരോ അസുഖങ്ങള് ഓരോന്നായിട്ട് ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ലാസ്റ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്തു പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, കുട്ടി പെട്ടെന്ന് ഇങ്ങനെ തളരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുട്ടീനെ അങ്ങനെ കളിക്കാനൊന്നും വിടണ്ട അല്ലെങ്കിൽ പുറത്തേക്കൊന്നും വിടണ്ട എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് എത്തി. അപ്പൊ ആഡ്ലർ നോക്കുമ്പോൾ ആഡ്ലറിന്റെ ബ്രദേഴ്സ് എല്ലാവരും ഭയങ്കര രീതിയിൽ ഓടുന്നു, ചാടുന്നു, സ്പോർട്സ് കളിക്കുന്നു. ആഡ്ലറിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആഡ്ലറിന്റെ മറ്റേ തിയറി തന്നെ ഇവിടെ വരുന്നു, ഇൻഫീരിയർ ആണ് ഞാൻ, എന്റെ സഹോദരങ്ങളെക്കാളും ഇൻഫീരിയർ ആണ്, എനിക്ക് കഴിവൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പൊ ആഡ്ലർ എന്ത് ചെയ്തു, ആഡ്ലറിന്റെ സ്ട്രെങ്ത് എന്താണ്, ആഡ്ലറിന് കുറെ വായിക്കാനും എഴുതാനൊക്കെ ഒരുപാട് സമയമുണ്ട്. അപ്പൊ കുട്ടിക്കാലം മൊത്തം ആഡ്ലർ കുറെ പുസ്തകങ്ങൾ വായിച്ചു, സൈക്കോളജിക്കൽ തിയറീസിനെ കുറിച്ച് പഠിച്ചു, മെഡിക്കൽ ഡോക്ടർ ആവാനുള്ള തിയറീസിനെ കുറിച്ച് വായിച്ചു. ഇതൊക്കെ ഇങ്ങനെ വായിച്ച് അദ്ദേഹത്തിന്റെ ഇൻഫീരിയോറിറ്റി ഫീലിങ്സിനെ ഓവർകം ചെയ്തു. അതിനെയാണ് അദ്ദേഹം കോമ്പൻസേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഇൻഫീരിയോറിറ്റി ഫീലിങ്സിന്റെ ഒരു ആകെത്തുക, അത് പോയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു, നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് ഉണ്ടാവുന്നു, നിങ്ങളത് വേറെ എന്തെങ്കിലും വഴി ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ പോയിട്ടാണ് അവസാനം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ആൽഫ്രഡ് ആഡ്ലറിന്റെ. ഇനി ഈ തിയറി ഡീറ്റെയിൽ ആയിട്ട് അതില് നിങ്ങൾ ഈ ആൽഫ്രഡ് ആഡ്ലറിന്റെ തിയറിയിലും കുറച്ച് നോൺസെൻസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ആഡ്ലർ പറയുന്നത് ബർത്ത് ഓർഡർ, നിങ്ങൾ ഏത് കുട്ടിയായിട്ടാണ് ജനിക്കുന്നത് അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ഇളയ കുട്ടിയാണെങ്കിൽ പാമ്പേർഡ് ചൈൽഡ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ചൈൽഡ് ആയിരിക്കും, നടുവിൽ കിടക്കുന്ന കുട്ടിക്ക് ഇന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കുറച്ച് കൺക്ലൂഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ആഡ്ലറിന്റെ ആ ഒരു കഥ പറഞ്ഞു തന്നേ ഉള്ളൂ, പറ്റിച്ച ആ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത് തന്നെയാണ് ആഡ്ലറിന്റെ തിയറിയിൽ വരുന്നത്. സോ ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഞാൻ ഓരോ സ്ലൈഡായിട്ട് അടിച്ചു കളയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വായിക്കുമ്പോൾ എവിടെയെങ്കിലും പോയിന്റ് മിസ്സാവുന്നുണ്ടെങ്കിൽ ചോദിച്ചോ. ആദ്യത്തേല് നമ്മൾ പേഴ്സണാലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ട്രേറ്റുകൾ എന്താണ്, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങളുടെ ഇമോഷൻസ്, ഇതിനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് എന്തെന്ന് വിളിച്ചത്, പേഴ്സണാലിറ്റി എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഒരു ബേസിസ്, ഒരു ഓവർവ്യൂ നമ്മൾ നോക്കി. അദ്ദേഹം മനസ്സിനെ പ്രീ കോൺഷ്യസ് ആയിട്ടും കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ഡിവൈഡ് ചെയ്തു. പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞു അദ്ദേഹം, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, 3 എലമെന്റ് ഉണ്ട് പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞു. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, ഓരോ കുട്ടികളും വളർന്നു വലുതാവുമ്പോൾ 4 5 ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ, 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിരുന്നു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. നിയോ ഫ്രോയിഡിയൻസ്, അപ്പൊ ഫ്രോയിഡിന്റെ തിയറീസ് ചിലതൊക്കെ ശരിയാണ്, പക്ഷെ കുറെ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നിയോ ഫ്രോയിഡിയൻസ്. അതിൽ നമ്മൾ ആദ്യം നോക്കിയത് യുങ് ആണ്. യുങ്ങിന്റെ സൈക്കോളജി വിളിക്കുന്ന പേരാണ് അനലറ്റിക്കൽ സൈക്കോളജി. അപ്പോ യുങ്ങിന്റെ മേജർ ഡിസഗ്രിമെന്റ് എന്തായിരുന്നു, ഫ്രോയിഡ് സെക്ഷൽ എനർജിയിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൽ എനർജിയാണ് ലിബിഡോ സെക്ഷൽ എനർജി മാത്രമാണ്, എല്ലാ മനുഷ്യനും സെക്ഷൽ ഫീലിങ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ഫ്രോയിഡിന് ഉണ്ടായിരുന്നത്. ആ ഒരു അഭിപ്രായം മാറ്റിയിട്ട് ലിബിഡോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ മാത്രമല്ല, ഒരു ജനറൽ എനർജിയാണ്. ആ ജനറൽ എനർജി സെക്ഷൽ ഫീലിങ്സിന് വേണ്ടി ഉപയോഗിക്കാം, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, കരിയറിന് വേണ്ടി ഉപയോഗിക്കാം, ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാം, എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ജനറൽ ആയിട്ട് മനുഷ്യന് ജീവിക്കാൻ സഹായിക്കുന്ന എനർജിയാണ് ലിബിഡോ എന്ന് പറഞ്ഞു. പിന്നെ പാസ്റ്റിന്റെ പ്രിസണർ അല്ല നിങ്ങൾ, നിങ്ങളുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ രണ്ടും തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നുള്ളൊരു സാധനം, പേഴ്സണൽ അൺകോൺഷ്യസ്, ഓരോ വ്യക്തിക്കും ഒരു അൺകോൺഷ്യസ് ഉണ്ട് എന്നുള്ള അല്ലാതെ കളക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു അൺകോൺഷ്യസ് ഉണ്ട് എന്നും കൂടിയും പറഞ്ഞു.
പിന്നെ അപ്പൊ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം വരിക. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് യുങ് പറഞ്ഞു കളക്റ്റീവ് അൺകോൺഷ്യസ് നിങ്ങളുടെ പൂർവികരുടെ എക്സ്പീരിയൻസ് കാലങ്ങളായിട്ട് തലമുറകളായിട്ട് കൈമാറി ഇപ്പോഴത്തെ ആൾക്കാരുടെ എത്തിയതാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ അതിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിക്കേണ്ട, കളക്റ്റീവ് കോൺഷ്യസ് എന്ന് വിളിച്ചാൽ മതി. പക്ഷെ ആൾക്കാർക്ക് അത് അറിയില്ല ഇങ്ങനത്തെ കാര്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചു. ഇനി കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചപ്പോൾ ബേസിക് ആയിട്ട് അടുത്ത ചോദ്യം വരികയാണ്, ആൾക്കാർക്ക് ഓർമ്മയില്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കും, മനസ്സിലാക്കും? അപ്പൊ യുങ് പറഞ്ഞു ആൾക്കാർക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, അവരുടെ സ്വഭാവത്തിൽ അത് കാണിക്കപ്പെടും, അവർക്ക് സ്വപ്നങ്ങളിൽ അത് വരും. എന്താണ് വരിക? ആ വരുന്ന സാധനത്തിനെയാണ് അദ്ദേഹം ആർക്കിടൈപ്സ് എന്ന് വിളിച്ചത്. ബേസിക്കലി സിമ്പിൾസ് എന്നൊക്കെ പറയില്ലേ, ഇല്ലുമിനാറ്റിയുടെ സിമ്പിള്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ റിലീജിയനിലും ഓരോ സിമ്പിൾ ഉണ്ടാവും, അതേപോലത്തെ ഒരു സംഭവമാണ് ആർക്കിടൈപ്സ്. ഓക്കെ, അപ്പൊ ഈ ആർക്കിടൈപ്സ് എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? അതിൽ കുറേ ഡിവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ മേജർ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട എല്ലാ മനുഷ്യരിലും, എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്ന 4 എണ്ണം: പെർസോണ, അനിമാനിമസ്, ഷാഡോ ആൻഡ് സെൽഫ്. പെർസോണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരിക്കലും ജെന്യൂൻ ആയിട്ടല്ല ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ചിട്ട് ഒളിച്ചും കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചൊക്കെ ആയിട്ടായിരിക്കും പെരുമാറുന്നത്. എപ്പോഴും ഒരു മാസ്ക് ഇട്ടിട്ടാണ് മനുഷ്യർ സംസാരിക്കുന്നത്. ആ മാസ്കിനെയാണ് പെർസോണ എന്ന് വിളിച്ചത്. അനിമ ആൻഡ് അനിമസ് എന്താണ്? എല്ലാ സ്ത്രീകളിലും ഒരു പുരുഷന്റെ ആസ്പെക്ട് ഉണ്ട്, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുടെ ആസ്പെക്ട് ഉണ്ട്. ഒരൊറ്റ ഭാഗം മാത്രം മനസ്സിലാക്കി പോയാൽ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ആവില്ല, രണ്ടും മാനിഫെസ്റ്റ് ചെയ്യണം. ഷാഡോ എന്താണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡാർക്ക് സൈഡ്. സെൽഫ് എന്താണ്? ഈ അനിമസ് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ മറ്റേ പെർസോണ മനസ്സിലാക്കുന്നു, ഷാഡോ മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മെല്ലെ മെല്ലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പേഴ്സണാലിറ്റിനെയാണ് അദ്ദേഹം, ആ ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു പേഴ്സണാലിറ്റിനെയാണ് അദ്ദേഹം സെൽഫ് എന്ന് വിളിച്ചത്. ഈ സെൽഫ് പൂർണ്ണ രീതിയിൽ ഡെവലപ്പ് ആയിട്ട് എത്തുന്ന ആ പ്രോസസ്സിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? ഇൻഡിവിജ്വേഷൻ എന്ന് വിളിച്ചത്. ഇൻഡിവിജ്വേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല. എല്ലാ അൺകോൺഷ്യസിൽ നടക്കുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വ്യത്യാസം, കോൺഷ്യസ് അൺകോൺഷ്യസ്, നിങ്ങൾക്ക് അറിയുന്നത് അറിയാത്തത് എന്നൊരു വ്യത്യാസം ആ ഒരു സ്റ്റേജിൽ എത്തില്ല. യുങ്ങിന്റെ തന്നെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല. അതൊരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. ഒരിക്കലും ഒരു മനുഷ്യനെ അൺകോൺഷ്യസ് മൊത്തം മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ ആഡ്ലറിന്റെ തിയറി പറഞ്ഞു. ആഡ്ലറും ഇതേപോലെ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ തിയറി ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഫ്രോയിഡിന്റെ ഫ്രണ്ട് ആയിരുന്നു. പറയൂ. സെൽഫ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡിവിജ്വേഷൻ. അതെ, യെസ്. സെൽഫ് ഫുൾ ആയിട്ട് ഡെവലപ്പ് ആയിട്ട് അത് കംപ്ലീറ്റ് ആവുമ്പോൾ അത് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് കംപ്ലീറ്റ് ആയതെന്ന് നമ്മൾ പറയും. അങ്ങനെയാണ്. ഓക്കെ, ആഡ്ലറിന്റെ ഫ്രൂയിഡിന്റെ തന്നെ ഫ്രണ്ട് ആയിരുന്നു. ഫ്രൂയിഡിന്റെ കുറച്ച് കാര്യങ്ങൾ അംഗീകരിച്ചു, പിന്നെ സ്പ്ലിറ്റ് അപ്പ് ആയി. മേജർ ഡിസഗ്രിമെന്റ്സ് എന്തൊക്കെയായിരുന്നു? കുറെ പോയിന്റ്സ് യുങ്ങായിട്ട് സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ പാസ്റ്റിന്റെ ട്രാപ്പ്, പാസ്റ്റിൽ അകപ്പെട്ട് കിടക്കുന്നവരെല്ലാം മനുഷ്യർ, നമുക്ക് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു അഭിപ്രായം. പിന്നെ യുങ്ങിന്റെയും ഫ്രോയിഡിന്റെയും കോൺഷ്യസ്നെസ്സിനെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു, അൺകോൺഷ്യസ്നെസ്സിനെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു. അൺകോൺഷ്യസ് കളക്റ്റീവും പേഴ്സണലിലും ഒന്നും ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം? കോൺഷ്യസ് ബോധാവസ്ഥയിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു അതിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, എൻവയോൺമെന്റ്, ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു. ലാസ്റ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഫീലിങ്സ്, അതെല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇൻഫീരിയർ ഫീലിങ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പൻസേഷൻ, നമുക്ക് പറ്റുന്ന കഴിവുകളിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഫെയിൽ ആവുകയാണെങ്കിൽ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ നല്ല സ്കില്ലുണ്ട്, ഞാൻ ഒരു സൈക്കിൾ ഓടിച്ച് എത്ര ഓടിച്ചിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഫെയിൽ ആവുകയാണെങ്കിൽ എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, മറ്റുള്ളവരോട് അസൂയയും എന്നെ തന്നെ ഒരു വിലയില്ലാത്തൊരു അവസ്ഥയും അങ്ങനത്തെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു. പിന്നെ കുറച്ച് ചോദ്യങ്ങളും നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആഡ്ലറിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.